ഹായ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവരും ശാന്തവും സമാധാനവും ഐശ്വര്യമായിരിക്കും എന്ന് കരുതുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിയാൻ സമയമൊക്കെ ആകുന്നുണ്ട്. വാർത്തയിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയിൽ വാർത്താഭരിതമായ ദിവസം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട 2-3 വാർത്തകൾ ഇപ്പോൾ സജീവമായി നിൽക്കുന്നു. അത് ആ കൈവിട്ട് കേസിൽ 1-ാം പ്രതി എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾ കണ്ണൂര് അത്രയും വിദഗ്ധമായ ഒടുവിൽ താമസിച്ചത്, അയാൾക്ക് അതിന് കിട്ടിയ പിന്തുണ, സഹായം എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, വാർത്താ തുടർച്ച ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ തുടരുന്നു. അയോധ്യയിലേക്ക് പോയാൽ അവിടെ രാമക്ഷേത്രത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനത്തെ തുടർന്നുണ്ടായിരുന്ന, അത് സ്വാഭാവികമായ പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ BJP അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നു. അതിൻ്റെ ചർച്ചകൾ തുടരുന്നു. അതിനിടയിൽ പുരി ശങ്കരാചാര്യ അടക്കം ശങ്കരാചാര്യന്മാർ ഇത്തരത്തിൽ പണി പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. അങ്ങനെ വിദേശത്ത്, രാജ്യത്ത്, സംസ്ഥാനത്ത് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, 1.5 മണിക്കൂറും കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും എന്നറിയാം. നമുക്ക് തുടങ്ങിയേക്കാം. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളുടെ സംക്ഷിപ്തം, തലക്കെട്ടുകൾ, ഹെഡ്ലൈൻസ് പറയുന്ന സമയമാണ്. ഹെഡ്ലൈൻസ്. കൈവെട്ട് കേസിൽ അറസ്റ്റിലായ സവാദിന്റെ ഒളിവ് ജീവിതത്തിൽ ചുരുളഴിക്കാൻ NIA. സവാദ് വർഷങ്ങളായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തൽ. സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. വിവാഹം ചെയ്തത് SDPI നേതാവിന്റെ മകളെ. പിടികൂടുന്നതിൽ നിർണായകമായത് ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്. സവാദ് കൈവെട്ട് കേസിലെ പ്രതിയാണെന്നറിയുന്നത് ഇന്നലെയെന്ന ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ 24-നോട്. എറണാകുളം CPIയിൽ പരസ്യപ്പോര്. തനിക്കെതിരായ നടപടിക്ക് പിന്നിൽ ജില്ലാ സെക്രട്ടറിയുടെ പിടിവാശി എന്ന് P. രാജു. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി തന്നെ വളരെ വാശിയോടുകൂടി നടപടി എടുക്കണം എന്ന നിലപാടാണ്. പാർട്ടിക്കകത്തിൽ പാർട്ടി കിട്ടുന്ന അവകാശങ്ങളുടെ നിഷേധമാണ് അദ്ദേഹം. ഇതിന് എന്നോട് വ്യക്തിപരമായ നല്ല പദ്ധതിയുണ്ട്. നടപടിയെടുത്തത് വിശദമായ പരിശോധനകളില്ലാതെ എന്ന് മുൻ ജില്ലാ സെക്രട്ടറി. നടപടിയെടുത്തത് തിരുത്തലിനു വേണ്ടിയെന്ന് ബിനോയ് വിശ്വം. 24 ഇമ്പാക്ട്. കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ കർഷകൻ KG പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനുള്ള നോട്ടീസിൽ ഇടപെട്ട് മന്ത്രി K. രാധാകൃഷ്ണൻ. SC/ST വികസന കോർപ്പറേഷൻ നൽകിയ ജപ്തി നോട്ടീസ് മരവിപ്പിച്ചു. വായ്പയിൽ പരമാവധി ഇളവുകൾ നൽകി തീർപ്പാക്കാൻ നിർദ്ദേശം. മുഴുവൻ തുകയും എഴുതിത്തള്ളണമെന്ന് കുടുംബം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം രാഷ്ട്രീയ ആയുധമാക്കി BJP. കോൺഗ്രസിന് ഹിന്ദു വിരുദ്ധ നിലപാടെന്ന് കടന്നാക്രമിച്ച നേതാക്കൾ. ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നാലെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നറിയിച്ച് കോൺഗ്രസിന്റെ കൂടുതൽ പ്രാദേശിക നേതാക്കൾ. LK അദ്വാനിയും ചടങ്ങിൽ പങ്കെടുക്കും. 24 എക്സ്ക്ലൂസീവ്. വിജിൻ MLAയോട് മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SI PP ഷമീൽ അവധിയിൽ. നീക്കം SIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ വകുപ്പുതല നടപടിയിൽ. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ തീരുമാനം ഉടൻ. SIയും MLAയും തമ്മിൽ തർക്കമുണ്ടായത് നഴ്സസ് അസോസിയേഷന്റെ കലക്ടറേറ്റ് മാർച്ചിനിടെ. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് 50 ലക്ഷം രൂപ അനുവദിച്ച ധനവകുപ്പ്. തീരുമാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ. നവകേരള ബസ് അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരുവിൽ എത്തിച്ചു. KPCC ജാഥയുടെ പശ്ചാത്തലത്തിൽ നിയമസഭാ സമ്മേളനത്തിന്റെ സമയക്രമം മാറ്റണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം. ജാമ്യം ലഭിക്കാതിരിക്കാൻ അട്ടിമറി നടന്നുവെന്ന് VD സതീശൻ. BP നോക്കിയപ്പോൾ യഥാർത്ഥ BP 160 ആയപ്പോൾ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോൾ RMOയെ സ്വാധീനിച്ച്. ജനറൽ ആശുപത്രിയിൽ RMO ഇവരെല്ലാവരും കൂട്ടിയിട്ടാണ്. എന്നിട്ട് നോർമലായി എഴുതി. RMO സ്വാധീനിച്ചിട്ട് എഴുതിയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം ഈ മാസം 17-ന്. ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ MLAയെ 1-ാം പ്രതിയാക്കി കേസെടുത്ത പോലീസ്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചൻപൂരിലെ വെടിവെപ്പിൽ 4 മരണം. വിഷ്ണുപൂരിൽ വെടിവെപ്പിനു പിന്നാലെ 4 യുവാക്കളെ കാണാതായി. ഭാരത് ജോഡോ യാത്രയുടെ മണിപ്പൂരിലെ പര്യടനത്തിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. അസമിൽ യാത്ര തടയാൻ BJP ശ്രമമെന്ന് ആരോപണം. എറണാകുളം വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിനി നിമിഷ തമ്പയെ കഴുത്തറുത്തുകൊന്ന കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 10 വർഷം തടവും. വിധി പറഞ്ഞത് പെരുമ്പാവൂർ അഡീഷണൽ സെഷൻസ് കോടതി. മോഷണ ശ്രമത്തിനിടെ മുർഷിദാബാദ് സ്വദേശി ബിജു മൊല്ല നിമിഷയെ കഴുത്തറുത്തു കൊന്നത് 2018-ൽ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവത്തിന് തിരിച്ചടി.
DMKയുടെ പേരും കൊടിയും ചിഹ്നവും ഉപയോഗിക്കാൻ പാടില്ലെന്ന മദ്രാസ് ഹൈക്കോടതി. ശിവസേനയിലെ തർക്കത്തിൽ സ്പീക്കറുടെ റൂളിംഗ് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് ഏക്നാഥ് ഷിൻഡെ. സ്പീക്കർ ഷിൻഡെയുടെ അഭിഭാഷകനെ പോലെ പ്രവർത്തിച്ചുവെന്ന് സഞ്ജയ് റാവത്ത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേ തട്ടിൽ ചുമതലയേൽക്കും. സ്ഥാനാരോഹണം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30. മാർ റാഫേ തട്ടിലിനെ കാത്തിരിക്കുന്നത് സഭാ ഐക്യം വീണ്ടെടുക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം. വെൽക്കം ബാക്ക് പ്രേക്ഷകർ. അപ്പോൾ അതൊക്കെയാണ് എന്താണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. ഇവിടെ നമ്മുടെ ഷിബിൻ ബഷീർ, ലെസ്റ്റർ ജോസഫ്, അസ്മാബി, ബിബിൻ ബെന്നി, ഗ്രേസി സെബാസ്റ്റ്യൻ, മാത്യു കിങ്ങിണിമറ്റം, സുനിൽ ബോസ്, റിൻസി മാനുവൽ, മുഹമ്മദ് അജാസ്, ജിജു ഡാനിൽ, ആഷ ബെന്നി, അനുരഞ്ജിത്ത്, സുനിറ PH അടക്കം, മനീഷ് രാജൻ, ബാബു വെൽഡൻ, ദിവ്യ, ഷീല ശ്രീനിവാസൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെയും ടെസി സെബാസ്റ്റ്യൻ, രവീന്ദ്രൻ M, വാസുദേവ് ഒപ്പൈ, അങ്ങനെ ലിനീഷ് ബാബു, ഐഷു ജസീർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭ മധ്യാഹ്നം നേരുകയാണ്. നമ്മൾ നേരെ നമ്മുടെ വാർത്തയിലേക്ക് പോകുന്നത് ആദ്യം അതുതന്നെയാണ്. ഒളിവിൽ 10-13 വർഷം ഒളിവിൽ താമസിക്കാൻ സവാദിന് തുണയായത് ആരുടെ തണൽ? വിദേശത്ത് തിരയുമ്പോഴും കൈവെട്ട് കേസ് പ്രതി സവാദ് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. 8 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ സവാദ് പിന്നീട് കേരളം വിട്ടു പോയിട്ടില്ല. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് ചേർത്തിരുന്നതാണ് പ്രതിയെ കുടുക്കിയത്. കാസർഗോഡ് SDPI നേതാവിന്റെ മകളെ വിവാഹം ചെയ്ത സവാദ് വിവാഹശേഷം കേരളത്തിൽ തന്നെ തങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കൈവെട്ട് കേസ് പ്രതി സവാദിന് കണ്ണൂരിൽ താമസിക്കാൻ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സഹായം ചെയ്തു. വളപട്ടണം, വിളക്കോട്ടൂർ, ബേരം എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ച പ്രതിക്ക് മരപ്പണിക്കാരനായി തൊഴിൽ ഉറപ്പാക്കിയതും SDPI നേതൃത്വമാണെന്ന് NIA വ്യക്തമാക്കുന്നു. ഇതിനിടെ സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്നറിഞ്ഞത് ഇന്നലെയാണെന്നും ഷാജഹാൻ ആണെന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചതെന്നും സവാദിന്റെ ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ. പേര് ഷാജഹാൻ. പിന്നെ ഒരു താമസിച്ചത് ഇവിടെ വളപട്ടണം മണ്ണ. ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു അവർ പ്രസവിക്കും അവർക്ക് വന്ന്. അതേസമയം ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന ചേർത്തിരുന്നതാണ് NIA അന്വേഷണത്തിൽ നിർണായകമായത്. ഇതിനു പുറമെ സവാദിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും നിർണായകമായി. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടക്കും. പിന്നാലെയാകും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ. ശ്രീകാന്ത്, 24, കൊച്ചി. ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി. ഇന്ന് PTA മീറ്റിംഗ് ഉണ്ട്, പോകാറായി. ഇന്ന് തൃശ്ശൂർ പുറനാട്ടുകാര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പെരുന്നാളാണ്. ഇടവകക്കാർക്ക് എല്ലാവർക്കും ഒരു ആശംസ പറയും, ധന്യം പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഇടവകർക്കും ആശംസകൾ. ബാലേന്ദ്രൻ നായർ ചോദിക്കുന്നു, ഹാഷ്മി, ശൃംഗേരി മഠത്തിലെ 4 ശങ്കരാചാര്യർ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഇന്നലെ ഹാഷ്മി വൈത്താരി മുഴക്കിയത് വിഷയം അന്വേഷിച്ചിട്ടാണോ? കാള പറ്റുന്ന കേൾക്കുമ്പോൾ ഉടനെ കയറെടുക്കണമെന്ന് ബാലേന്ദ്രൻ നായർ. ചേട്ടാ, ശൃംഗേരി മഠമല്ല, ശൃംഗേരി മഠമാണ്. 4 ശങ്കരാചാര്യന്മാർ അവിടെയല്ല, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പുരി ശങ്കരാചാര്യരടക്കം നിശ്ചലാനന്ദ സരസ്വതി അല്ലെങ്കിൽ നിശ്ചലാനന്ദ, പിന്നീട് ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ഒരു ശങ്കരാചാര്യർ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന പരസ്യ നിലപാട് സ്വീകരിച്ചതാണ്. അവരുടെ ബൈറ്റ് അടക്കം നമ്മൾ കാണിച്ചതുമാണ്. അതുകൊണ്ട് കാളപറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തതല്ല. CPIയിൽ പരസ്യപ്പോര്. CPIയുടെ പല സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയത് വിഭാഗീയതയുടെ ഭാഗമാണെന്ന് മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജു. നടപടി വേണമെന്ന് വാശി പിടിച്ചത് നിലവിലെ ജില്ലാ സെക്രട്ടറിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അച്ചടക്ക നടപടി ഒരാളെയും ഇല്ലാതാക്കാനല്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. സാമ്പത്തിക തിരിമറിയുടെ പേരിൽ CPI നടപടി സ്വീകരിച്ച മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജുവാണ് നടപടി വിഭാഗീയതയുടെ ഭാഗമാണെന്ന് തുറന്നടിക്കുന്നത്. നിലവിലെ ജില്ലാ സെക്രട്ടറിയാണ് നടപടി വേണമെന്ന് വാശി പിടിച്ചത്. ഇത് നീതി നിഷേധമാണ്. പാർട്ടിക്കകത്തിൽ പാർട്ടി മെമ്പർക്കിട്ടുള്ള അവകാശങ്ങളുടെ നിഷേധമാണ് അദ്ദേഹം ചെയ്യുന്നത്. നിലവിൽ എന്നോട് വ്യക്തിപരമായ നല്ല പകയുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നടപടി സ്വീകരിച്ചത് പാർട്ടിയാണെന്നും കൂടുതൽ പറയാനില്ലെന്നും നിലവിലെ ജില്ലാ സെക്രട്ടറി KM ദിനകരൻ പറഞ്ഞു. പാർട്ടി എടുക്കുന്ന അച്ചടക്ക നടപടി ഒരാളെയും ഇല്ലാതാക്കാനല്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അച്ചടക്ക നടപടിയും ഒരു സഖാവിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയല്ല.
എല്ലാ നടപടികളും അച്ചടക്കം സംബന്ധമായി പാർട്ടി എടുത്ത എല്ലാ നടപടികളും തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. നടപടിയിൽ പി രാജു സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പി രാജു പറയുന്നു. 24 കൊച്ചി. ഖാദർ ജുബിൻ പറയുകയാണ്, ഹാഷ്മി സവാദ് പോയ വഴി 24 ഒന്ന് പോകരുതോ, ഒരു സ്റ്റോറിക്കുള്ള വകയുണ്ട് എന്ന് പറയുകയാണ്. വേറൊരു പ്രേക്ഷൻ മുകളിൽ പറയുകയാണ്, എന്താണ് ഇത്രയും നാളും ആർക്കും ഒരു സംശയം തോന്നിയില്ലേ എന്ന് പറയുകയാണ്. മാത്രമല്ല വേറൊരു പ്രേക്ഷൻ ചോദിക്കുന്നുണ്ട്, എന്താണ് വിവാഹം നടത്തുമ്പോൾ പെൺവീട്ടുകാർ പയ്യനെ പറ്റി ഇത്രയും നാളും അയാളെ ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 13 വർഷം ഈ പറയുന്ന നമ്മുടെ പ്രീമിയർ അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് ഒരു പുതിയ മനുഷ്യനായി ഒളിവിൽ കഴിയാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ദുരൂഹതയാണ്. അത് അന്വേഷിക്കുന്നുണ്ടാകും. അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ആ 13 വർഷത്തെ ഒളിവ് ജീവിതം അങ്ങനെ ഒളിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പായും വെളിപ്പെടുകയും ചെയ്യും. നമ്മൾ ആ കർഷകന്റെ സങ്കടത്തിലേക്ക് പോകുന്നു. ആത്മഹത്യ ചെയ്ത കർഷകനാണ്. വീണ്ടും ബാങ്ക് വെറുതെ വിടാതിരിക്കുമ്പോൾ വാർത്ത ചെയ്യുന്നു, മന്ത്രി ഇടപെടുന്നു. ആ കണ്ണീർ കണ്ടു. ആത്മഹത്യ ചെയ്ത കുട്ടനാട് തകഴിയിലെ കർഷകൻ KG പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ SC/ST കോർപ്പറേഷൻ നൽകിയ നോട്ടീസ് മന്ത്രി K രാധാകൃഷ്ണൻ മരവിപ്പിച്ചു. പരമാവധി ഇളവ് നൽകി വായ്പ തീർപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ബാധ്യത തീർക്കാൻ സർക്കാർ എഴുതിത്തള്ളണമെന്നാണ് പ്രസാദിന്റെ കുടുംബത്തിന്റെ ആവശ്യം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ കുടിശ്ശിക ആയതിന്റെ പേരിലായിരുന്നു ജപ്തി നോട്ടീസ്. ഇത് വിവാദമായതിനെ തുടർന്ന് മന്ത്രി K രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വായ്പയിൽ പരമാവധി ഇളവുകൾ നൽകും. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ MDയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നവംബർ 11-നാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത്. വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒറ്റത്തീർപ്പ് പരിപാടിയെ നമുക്ക് വേണ്ട. സാവകാശവും പിന്നെന്താന്ന് പറഞ്ഞാൽ ഇനി ഇത് അടയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അവരിത് ഒഴിവാക്കി തരുവാണെങ്കിൽ അത് സന്തോഷം. അല്ലാതെ ഈ ഒറ്റത്തീർപ്പെന്ന് പറഞ്ഞാൽ ഒറ്റത്തീർപ്പാണ് ഞങ്ങൾക്ക് ഈ അബദ്ധം മുഴുവനും വന്നത്. ഒറ്റത്തീർപ്പാക്കൽ പദ്ധതിയിൽ വായ്പ തിരിച്ചടച്ചത് മൂലമാണ് മറ്റു ബാങ്കുകൾ പ്രസാദിന് വായ്പ നിഷേധിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറയുന്നത് അതൊരു കെണിയാണ്. നമ്മൾ പൈസ അടയ്ക്കുന്നു, അവരുമായുള്ള ലോണുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഒറ്റത്തവണ തീർപ്പാക്കിയതിന് ശേഷം ആ ബാങ്കുകളിൽ നിന്ന് മറ്റ് വായ്പകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥയാണ്. 2022-ലാണ് പ്രസാദിന്റെ ഭാര്യ ഓമന കോർപ്പറേഷനിൽ നിന്ന് 60,000 രൂപ വായ്പ എടുത്തത്. ഇനി 45,000 രൂപയാണ് അടയ്ക്കേണ്ടത്. കുടുംബത്തിനാകെ 4 ലക്ഷം രൂപയുടെ കടമുണ്ട്. കൃഷിയിലൂടെയാണ് ബാധ്യതകൾ ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. പ്രസാദ് മരിച്ച് ഇന്ന് 2 മാസം പൂർത്തിയായിട്ടും സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. 24 ആലപ്പുഴ. എത്ര കാലം ഒളിച്ചിരുന്നാലും ദൈവത്തിൻ്റെ ഇടപെടൽ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഇരകൾക്ക് വേണ്ടി ഉണ്ടാകും. കൈവെട്ടാൻ മാത്രം ജോസഫ് സാർ അത്ര വലിയ തെറ്റ് ചെയ്തോ എന്ന് ലില്ലി ചോളി ചോദിക്കുന്നു. ഇനി എത്ര വലിയ തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും കൈവെട്ടുക എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലോ. നമുക്കിവിടെ നിയമവ്യവസ്ഥയും കാര്യങ്ങളും പോലീസും ഒക്കെ ഇല്ലേ? അപ്പോൾ ഒരു കൂട്ടം എന്ത് തെറ്റ് ചെയ്താൽ എന്നാൽ കൈവെട്ടിയേക്കാം, കൊന്നേക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവുക. വേറൊരു പ്രേക്ഷകൻ പറയുകയാണ്, ആശാബിന് പറയുന്നു എനിക്കും PTA മീറ്റിങ്ങിൻ്റെ സമയമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് മൊത്തം PTA മീറ്റിംഗ് ദിവസമാണോ? ഓക്കെ, എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കാൻ അട്ടിമറി നടന്നെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ RMOയെ സ്വാധീനിച്ച് രാഹുലിനെതിരെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. രാഹുലിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധിക്കുകയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 17ലേക്ക് മാറ്റി. പോലീസിനും തിരുവനന്തപുരം ജനറൽ ആശുപത്രി RMOക്കുമെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വ്യാജ സർട്ടിഫിക്കറ്റാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അട്ടിമറി ശ്രമങ്ങൾക്ക് കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥരെയും കോൺഗ്രസ് വെറുതെ വിടില്ല. BP എന്നിട്ട് നോർമലായി എഴുതി RMO സ്വാധീനിച്ചിട്ട് എഴുതിയാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്? ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല. നിയമവിരുദ്ധമായി നടപടിയെടുത്ത എല്ലാവരുടെയും പുറകെ ഞങ്ങളുണ്ടാവും നിയമപരമായ നടപടികളുമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണെന്ന പരാമർശത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെതിരെ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം
എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. രാഹുലിന്റെ അറസ്റ്റിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. ജനാധിപത്യ സ്വഭാവം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഇവരുടെ ഇത്തരം നടപടികൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് സമരത്തിന് ഇറങ്ങുന്നത്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത എനിക്കെതിരെ ഒന്നാം പ്രതിയായിട്ട് കേസെടുത്തു. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ LDF സമരം ഉദ്ഘാടനം ചെയ്ത ഗോവിന്ദൻ മാഷ, അയാൾക്കെതിരെ ഇതേ വകുപ്പുകൾ ചുമത്തിയിട്ട് ഇവർ കേസെടുക്കുവോ? ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും കോടതിയെ സമീപിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. ഈ മാസം 17-ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത് പരിഗണിക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത രീതിയിലൊക്കെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. മാത്രമല്ല ആ പ്രതിഷേധം തുടരുകയുമാണ്. ഇവിടെ റിതം ഓഫ് ലൈഫ് എന്ന ഹാൻഡിൽ പറയുന്നു, വർഗീയതയ്ക്കെതിരെ ഒരു പ്രോഗ്രാം 24 ചാനൽ ചെയ്യണം, ഒരു റിക്വസ്റ്റ് ആണെന്ന് പറയുകയാണ്. അത് ഉറപ്പായും ചെയ്യാവുന്ന നല്ല നിർദ്ദേശമാണ്. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോകുമ്പോഴത്തേക്കും സമൂഹം മുഴുവൻ ഇത്തരത്തിൽ അങ്ങേയറ്റം വർഗീയവൽക്കരിച്ചു, കടുത്ത വർഗീയത, കടുത്ത വെറുപ്പ് എന്നൊക്കെ തോന്നാമെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നാൽ, നമ്മൾ സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നാൽ അവിടെയൊന്നും ഈ ഇത്രയും വലിയ പ്രശ്നം ഇല്ലയെന്നല്ല. പക്ഷേ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അത്ര വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാന്നേ. സോഷ്യൽ മീഡിയ വേറൊരു പാരൽ വേൾഡാണ്, അതിന് അങ്ങനെ കണ്ടാൽ മതി. വേറൊരു പ്രേക്ഷകൻ പറയുകയാണ്, പ്രകാശൻ ബി ഹാഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. കലോത്സവ കപ്പ് ഞങ്ങളിങ്ങെടുത്തു, ഭാര്യയുടെ ബെറ്റ് കാശ് തിരിച്ചു കൊടുത്തു, എങ്ങനെ പോയാലും കലത്തിൽ നിന്ന് പോയാൽ കഞ്ഞിക്കലത്തിലാണല്ലോ എന്ന് പറയുകയാണ്. പ്രകാശൻ ചേട്ടൻ കോഴിക്കോടിന് വേണ്ടി ബെറ്റ് വെക്കുകയും ചേട്ടൻ്റെ ഭാര്യ കണ്ണൂരിന് വേണ്ടി ബെറ്റ് വെക്കുകയും ചെയ്തു. അപ്പോൾ പൈസ പോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വീട്ടിൽ തന്നെയാണ് പൈസ എന്ന് ആശ്വസിക്കുകയാണ് പ്രകാശൻ ചേട്ടൻ. അയോധ്യയിൽ നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഹിമാചൽ മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. ചടങ്ങ് ബഹിഷ്കരിക്കുന്ന കോൺഗ്രസിന് 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് BJP രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു. അയോധ്യ തീർത്ഥയാത്ര പദ്ധതിക്ക് ഛത്തീസ്ഗഡ് സർക്കാർ അംഗീകാരം നൽകി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുകയാണ്. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നാണ് വിക്രമാദിത്യ സിംഗിന്റെ നിലപാട്. मुझे धन्यवाद करना है राष्ट्रीय स्वयंसेवक संघ का, विश्व हिंदू परिषद का, कि उन्होंने मुझे और मेरे परिवार को ये सम्मान दिया है. और 22 तारीख को जिस दिन माननीय प्रधानमंत्री जी अयोध्या में होंगे, उस दिन का निमंत्रण हमें दिया गया है. അതേസമയം ത്രേതായുഗത്തിലെ രാവണന്റെ മനോഭാവമാണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധരെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാവ് LK അദ്വാനി പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ അറിയിച്ചു. രാംലാല ദർശൻ സ്കീം എന്ന പേരിൽ അയോധ്യ തീർത്ഥാടനത്തിനുള്ള പദ്ധതി ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രതിവർഷം 25,000 തീർത്ഥാടകർക്ക് അയോധ്യ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. 24 ഡൽഹി. അയോധ്യ വിഷയത്തിൽ BJPയെ രൂക്ഷമായി വിമർശിച്ച് കർണാടക മുഖ്യമന്ത്രി K. സിദ്ധരാമയ്യ, ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാവില്ല. അയോധ്യ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം തന്നെയാണ് കർണാടക കോൺഗ്രസിന്റെയും. കോൺഗ്രസ് ശ്രീരാമനെതിരല്ല. കർണാടകയിലെ ഗ്രാമങ്ങളിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് കോൺഗ്രസ് ആണെന്നും വിശ്വാസത്തിൽ രാഷ്ട്രീയം കളിക്കാനില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഓക്കെ, അപ്പോൾ M. വിജിൻ MLAക്കെതിരെ കയർത്ത M. വിജിൻ MLAയോട് പേരടക്കം ചോദിച്ച SI ഷമീൽ അവധിയിലേക്ക് പോകുന്നു. M. വിജിൻ MLAയോട് മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SI PP ഷമീൽ അവധിയിൽ. SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ACPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് നടപടി. വകുപ്പ് തല നടപടിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ തീരുമാനമെടുക്കും. M. വിജിൻ MLAയോട് പ്രോട്ടോകോൾ പാലിക്കാതെ മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SIക്കെതിരെ നടപടി ഉറപ്പായി. സ്ഥലം മാറ്റത്തിനാണ് സാധ്യത. കടുത്ത നടപടിക്ക് നിലവിൽ ശുപാർശയില്ല. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വകുപ്പ് തല നടപടിയിൽ തീരുമാനമെടുക്കും. SI PP ഷമീലിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ ACP TK രത്നകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. MLA ആണെന്ന് മനസ്സിലായിട്ടും മോശമായി പെരുമാറിയെന്നാണ് കണ്ടെത്തൽ. SI പ്രകോപനപരമായി ഇടപെട്ടതാണ് രംഗം വഷളാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. MLA ആണെന്ന് മനസ്സിലാക്കാതെയാണ്
പ്രതികരിച്ചതെന്ന SIയുടെ വാദം അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നു. അതേസമയം നടപടി നീക്കത്തിനിടെ SI PP ഷമീൽ 10 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഴ്സിംഗ് അസോസിയേഷന്റെ കളക്ടറേറ്റ് മാർച്ചിനിടെ SIയും MLAയും തമ്മിൽ തർക്കമുണ്ടായത്. 24 കണ്ണൂർ. SIക്ക് ആ നാടിൻ്റെ MLA മസ്റ്റായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് പ്രോട്ടോകോൾ പ്രകാരം എന്തായാലും അറിയണം. അതല്ലെങ്കിൽ തന്നെയും ഒരു SIക്ക് അറിഞ്ഞിരിക്കണമല്ലോ. നാടിൻ്റെ MLA അല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ. അപ്പോൾ ആ നടപടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ദാ ഇവിടെ ഇർഷാദ് എന്ന് പ്രേക്ഷകൻ പറയുകയാണ്, ഹാഷ്മി ചാനൽ ചർച്ചയിൽ മ്യൂട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൂടെ 2 ദിവസത്തെ ചർച്ച അവസാന ഭാഗം അലങ്കോലമാക്കിയെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്ന 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പം അവർക്ക് എല്ലാവർക്കും പറയാനുള്ള സമയം കൊടുക്കണം. ഏറ്റവും ഒടുവിൽ എന്താണ്, ഒരു രാഷ്ട്രീയ പ്രതിനിധി പറഞ്ഞു കഴിയുമ്പോൾ അതിന് മറുപടി ഉറപ്പായും പറയണം എന്ന് എതിർ പാർട്ടിക്കാരന് താല്പര്യമുണ്ടാകും. അപ്പോൾ അവർ പറയും. പക്ഷേ നമുക്ക് മ്യൂട്ട് സിസ്റ്റം ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ ചർച്ചയിൽ നമ്മൾ വിളിച്ചിട്ട് വരുന്ന അതിഥികളാണ്. അപ്പോൾ അത് കാരണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് മ്യൂട്ടാക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധ പണിയാണ് എന്നാണ് എൻ്റെ തോന്നൽ. അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കരുതുന്നത്. പക്ഷേ അവർക്ക് സംസാരിക്കാനുള്ള സമയം തുടക്കത്തിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അവസാനമല്ലേ, സാരമില്ല. പറക്കാൻ പണം പ്രശ്നമല്ല. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ഹെലികോപ്റ്ററിന് കയ്യയച്ച് പണം നൽകി സർക്കാർ. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 50 ലക്ഷം രൂപയാണ് അധികമായി അനുവദിച്ചത്. പോലീസിന്റെ ഫണ്ടിൽ തുക തികയാത്തതിനാലാണ് നടപടി. ചിപ്സൺ ഏവിയേഷനിൽ നിന്നാണ് പ്രതിമാസം 80 ലക്ഷം രൂപ നൽകി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഒക്ടോബർ മാസത്തെ വാടക നൽകാൻ പോലീസിന്റെ ബജറ്റിൽ 30 ലക്ഷം രൂപ മാത്രമാണുള്ളത്. വാടക നൽകാൻ 50 ലക്ഷം അധിക ഫണ്ട് വേണമെന്ന് ഡിസംബർ 4-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പണം ഉടൻ അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്ന ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി തുക അനുവദിക്കാൻ ധനവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഒക്ടോബർ 20 മുതൽ നവംബർ 19 വരെയുള്ള വാടകയാണ് സർക്കാർ അനുവദിച്ചത്. നവംബർ 20 മുതൽ ഡിസംബർ 10 വരെയുള്ള വാടക കുടിശ്ശിക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട ചിപ്സൺ ഏവിയേഷൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനായി എവിടെ നിന്ന് തുക കണ്ടെത്തുമെന്ന് വ്യക്തമല്ല. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെയാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് അധിക ഫണ്ട് അനുവദിച്ചത്. 24 തിരുവനന്തപുരം. ചേറും ചേറാടി പറയുകയാണ്, നമസ്തേ ഹാഷ്മി. നമസ്തേ ഏട്ടാ. ഇതുവരെ സമസ്ത തർക്കമോ കുർബാന തർക്കത്തിൻ്റെയോ വാർത്തകളൊന്നും വന്നില്ല. ഇതിലേതെങ്കിലും വാർത്തകൾ വന്നില്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നില്ല. ഹാഷ്മി പ്ലീസ് എന്ന് പറയുകയാണ്. ചേട്ടൻ ചെറുതായിട്ട് പരിഹാസം അടിച്ചാണ്. എന്നാലും ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്ത് ഉപവാസ പ്രാർത്ഥനാ പ്രതിഷേധവുമായി ഒരു കൂട്ടം വിശ്വാസികൾ. നാളെ സുന്നഹദോസ് നടക്കാനിരിക്കെയാണ് അസാധാരണ പ്രതിഷേധം അരങ്ങേറിയത്. ദേവലോകം ചാപ്പലിൽ മുൻ വൈദിക ശ്രേഷ്ഠരുടെ ഖബറിന് മുൻപിലാണ് 20ഓളം വിശ്വാസികൾ ഉപവാസ പ്രാർത്ഥന നടത്തിയത്. ഓർത്തഡോക്സ് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാതോലിക്ക ബാവയ്ക്ക് നിവേദനം നൽകുമെന്നും വിശ്വാസികൾ പറയുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങൾ വെച്ചത്. ടോബി, എന്താണ് ആ വിശ്വാസികളുടെ പ്രശ്നം? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട് വലിയ ചില വിവാദങ്ങൾ, പ്രത്യേകിച്ചും BJPയിൽ ഒരു പുരോഹിതൻ ചേർന്നതിന് പിന്നാലെ ഉണ്ടായ ചില വാഗ്വാദങ്ങളും വെല്ലുവിളികളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ മനം നൊന്ത ഒരു കൂട്ടം വിശ്വാസികളാണ് ഇന്ന് ഒരു പ്രാർത്ഥനാ യജ്ഞവുമായി ഇന്ന് ഈ ദേവലോകത്തെ ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇവിടെ എത്തിയ ഏകദേശം 40ഓളം പേർ അവർ ഒരു പ്രാർത്ഥനാ യജ്ഞം പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടത്തി. അതിനുശേഷം കത്തോലിക്ക ബാവയെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു നിവേദനം കൈമാറാൻ കൂടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേവലോകം ചാപ്പലിന് മുമ്പാകെ വൈദിക ശ്രേഷ്ഠരുടെ ഖബറുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥന യജ്ഞം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ബാവയെ നേരിട്ട് കണ്ട് ഈ നിവേദനം നൽകാനുള്ളൊരു തീരുമാനത്തിലേക്കും കടന്നിരിക്കുന്നത്. സഭയിലെ അച്ചടക്കരാഹിത്യവും കലഹവും അവസാനിപ്പിക്കണമെന്നാണ് ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളെ എല്ലാം തന്നെ അവർ വിമർശിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ദേവലോകത്ത് സഭാ സൂനകദോസ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഒരു സമരം എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ നാളെ സൂനകദോസ് നടക്കുന്ന സമയത്ത് ഈ സഭാ ആസ്ഥാനത്തിന് മുൻപാകെ ഉപവാസ സമരം നടത്താൻ കൂടി ഈ വിശ്വാസികൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സഭയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ മനം നൊന്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനായുക്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ടോബിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചെറും ചേറാടി ചേട്ടന് ഈ അത്തരത്തിലുള്ള തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഉള്ള വാർത്തകൾ കാണാതെയുള്ള പ്രശ്നം മാറി എന്ന് കരുതുകയാണ്.
ഇല്ല ചെറുഞ്ചേറാടി പറഞ്ഞത് ആ പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരർത്ഥത്തിൽ പറഞ്ഞതാണ്, നമ്മളതിനങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ശ്രീഹരി ചോദിക്കുകയാണ്, ബീഹാറിൽ കൂട്ടബലാത്സംഗം നടന്നു, 8 വയസ്സുകാർ കൊല്ലപ്പെട്ടു, 12 വയസ്സുകാരി അബോധാവസ്ഥയിൽ 24 ഈ വാർത്ത കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീഹരി. 24 ശ്രീഹരി ആ വാർത്ത കണ്ടു. ഇതാണ്ട് ബീഹാറിലെ പറ്റ്നയിൽ കൂട്ടബലാത്സംഗത്തിനിടെ 8 വയസ്സുകാരി കൊല്ലപ്പെട്ടു, ഒപ്പമുണ്ടായിരുന്ന 12 വയസ്സുകാരിയും ബലാത്സംഗത്തിനിരയായി. ചൊവ്വാഴ്ച രാവിലെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ. നിതിൻ, ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ നിതിൻ? ഹാഷ്മി, ഇതുവരെ ആരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഇപ്പോൾ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം ഇപ്രകാരമാണ്. തിങ്കളാഴ്ച വൈകിട്ടാണ് ചാണകവരളി ശേഖരിക്കാനായി പോയ 2 ദളിത് പെൺകുട്ടികളെ കാണാതായി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അതിനുശേഷം ഈ പ്രദേശവാസികളടക്കം വ്യാപക പരിശോധന നടത്തി. അതിനുശേഷമാണ് ഇവരുടെ ഗ്രാമം ഫൂൽവാരി ഷെരീഫ് എന്ന ഇവരുടെ ഗ്രാമത്തിൽ സമീപത്തെ ഗ്രാമത്തിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ ഈ 2 പെൺകുട്ടികളെയും കണ്ടെത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ 8 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയിരുന്നു. കൂട്ടബലാത്സംഗം നടന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പങ്കുവയ്ക്കുന്ന വിവരം. 8 വയസ്സുകാരിയാണ് കൂട്ടബലാത്സംഗത്തിന് പിന്നാലെ മരിച്ചത്. ഈ 8 വയസ്സുകാരോടൊപ്പം ഉണ്ടായിരുന്ന 12 വയസ്സുകാരിയും സമാനമായി തന്നെ കൂട്ടബലാത്സംഗത്തിന് ഇരയായി. 12 വയസ്സുകാരി ഇപ്പോൾ പട്നയിലെ എയിംസിൽ ചികിത്സയിലാണ്. ഗുരുതരമായി തന്നെ ആരോഗ്യസ്ഥിതി തുടരുന്നു എന്നാണ് ലഭ്യമായ വിവരം. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മേഖലയിലാകെ തന്നെ ഇപ്പോൾ പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്നലെ പട്ന ദേശീയപാത അടക്കം ഈ പ്രദേശവാസികൾ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനിടെ ബീഹാർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ തകർന്നിരിക്കുന്ന ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഫൂൽവാരി ഷെരീഫിൽ ഉണ്ടായ ഈ കൂട്ടബലാത്സംഗം എന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഹാഷ്മി, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വാർത്ത ചോദിച്ച ശ്രീഹരി വാർത്ത കണ്ടിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഇതാ ഇവിടെ അലി മണ്ണാർക്കാട് ചോദിക്കുന്നു, പാതിരാപ്പറ്റക്കാരൻ പവിത്രചേട്ടൻ എവിടെ? പവിത്രചേട്ടൻ പോയി, എവിടെ കാണാനില്ല. ദേവികാദേവി ചോദിക്കുന്നു, ഞാൻ വന്നിട്ട് ആഷ്മി ബ്രോ, ഇനി എന്നെ കാണാത്തോണ്ട് ആർക്കും സങ്കടം വേണ്ട. സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിട്ട് 24 ചാനൽ നോക്കി വായും പൊളിച്ചിരുന്നു, സാമ്പാർ കത്തിപ്പോയി എന്ന് പറയുകയാണ്. ഷോടാ. അടുത്തൊരു വാർത്ത, മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ വിമർശിച്ച് ജ്ഞാനപീഠം നേതാവ് MD വാസുദേവൻ നായർ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണ്. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടി ആൾക്കൂട്ടത്തെ ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, എന്നാൽ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കലാണ് പ്രധാനമെന്നും MD വാസുദേവൻ നായർ പറയുന്നു. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സമീപകാല രാഷ്ട്രീയ സംഭവ പശ്ചാത്തലത്തിലൊക്കെ കടുത്ത വിമർശനമാണ് MD നടത്തുന്നത്. ഈ പരിപാടി എന്തായിരുന്നു? ഈ വിമർശനത്തിന്റെ പശ്ചാത്തലം എന്താണ് രാഹുൽ? ഹാഷ്മി, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ദിനമായിരുന്നു ഇന്ന്. MD വാസുദേവൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മാറിയതിന് പിന്നാലെയായിരുന്നു MD വാസുദേവൻ നായർ സംസാരിച്ചത്. ആ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിമർശനം. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണ്. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ കുഴിച്ചുമൂടിയെന്നും അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുകയാണ്. അതോടൊപ്പം ആൾക്കൂട്ടത്തെ ശോഭിപ്പിക്കാം, ആരാധരാക്കാം, എന്നാൽ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കുകയാണ് പ്രധാനം. പക്ഷെ അതിന്ന് ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ആരാധിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധേയമാകുന്ന സാഹചര്യത്തിലാണ് MD വാസുദേവൻ നായരുടെ പരോക്ഷമായ വിമർശനം. മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി പരോക്ഷമായ വിമർശനം അദ്ദേഹത്തിനെതിരെയുള്ളതാണെന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ നേതൃത്വ പൂജകളിലൊന്നും തന്നെ കാണാതിരുന്ന വ്യക്തിയായിരുന്നു EMS എന്ന് പറയുന്നത്. അതുകൊണ്ട് EMSന്റെ പേര് കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. EMS ഇത്തരത്തിലുള്ള വ്യക്തി പൂജകളിലോ നേതൃത്വ പൂജകളിലോ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മാതൃകയാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൂടിയാണ് MD വാസുദേവൻ നായർ വിമർശനമായി ഉന്നയിക്കുന്നത്. ഹാഷ്മി,
എം ടി വാസുദേവൻ നായർ പറയുകയാണ്, മൂല്യരാഷ്ട്രീയം കുഴികുത്തി മൂടി എന്ന് എം ടി വാസുദേവൻ നായർ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ പറയുകയാണ്. അതാ ഇവിടെ സഹദേവൻ സി എം ഡി പറഞ്ഞത് വളരെ ശരി. തോമസ് മാത്യു എം ഡി സാർ അഭിനന്ദനങ്ങളെന്ന് പറയുകയാണ്. അപ്പോൾ ലില്ലി ചോളിൽ എം ഡി കയ്യപ്പ് പതിഞ്ഞ ഒരു പുസ്തകം ഞാൻ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്ന് പറയുന്നു. അലി മണ്ണാർക്കാട് ഹാഷ്മി എം ഡി പറഞ്ഞ നഗ്നമായ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ എം ടി വാസുദേവൻ നായർ ഇപ്പോൾ കാലത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെയാണ് അത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത്. അത് എം ഡി അതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് വാർത്തകൾ ഇനി ബാക്കിയാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മാർക്കറ്റിലേക്ക്, ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പോകും. ബിസിനസ് വാർത്തകളാണ്. മാർക്കറ്റ് വ്യൂ ക്രിസ്റ്റീന ചെറിയാൻ, അതിനുശേഷം പടയം തിരിച്ചു വരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ആഗോള വിപണിയിലെ ഉണർവിന്റെ ചുവട് പിടിച്ച് നേട്ടത്തോടെ വ്യാപാരം തുടർന്ന ഇന്ത്യൻ ഓഹരി വിപണികൾ. BSE മിഡ് ക്യാപ് സൂചിക 0.7% ഉയർന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പുതുവർഷത്തിലെ IPOകളും പാദഫലത്തിനു മുന്നോടിയായി 1% ഇടിഞ്ഞ് ഇൻഫോസിസ് ഓഹരികൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം മുതൽ ഫെബ്രുവരി 9 വരെയെന്ന് റിപ്പോർട്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവ് ഉയർത്തൽ ലക്ഷ്യമിട്ട് സർക്കാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മൂലധന ചെലവ് 10 ലക്ഷം കോടി രൂപയിൽ നിന്ന് 12 ലക്ഷം കോടിയായി ഉയർത്തും. ലക്ഷ്യമിടുന്നത് 20% വർധന. ധനക്കമ്മി കുറയ്ക്കാനും സബ്സിഡി നിയന്ത്രണത്തിനും പദ്ധതി. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയുടെ 2ാം ദിനത്തിലും നിക്ഷേപക വാഗ്ദാനവുമായി കമ്പനികൾ. അഹമ്മദാബാദിൽ വമ്പൻ മാൾ നിർമ്മാണത്തിനൊരുങ്ങി ലുലു ഗ്രൂപ്പ്. $200 കോടി നിക്ഷേപത്തിന്റെ ഹോട്ട്സ്പോട്ടായി ഗുജറാത്ത് മാറുമെന്ന് പ്രതീക്ഷ. ഇന്ത്യയുമായി 10,000 മെഗാവാട്ട് വൈദ്യുതി കരാർ ഒപ്പുവെച്ച് നേപ്പാൾ. ഗൂഗിളിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. ജോലി നഷ്ടപ്പെടുന്നത് വോയിസ് അസിസ്റ്റന്റ് AR ഹാർഡ്വെയർ ടീമിൽ പ്രവർത്തിക്കുന്നവർക്ക്. നീക്കം ചെലവ് ചുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമെന്ന് ഗൂഗിൾ. നടപടിയെ വിമർശിച്ച് ഗൂഗിൾ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ആൽഫബൈറ്റ് വർക്കേഴ്സ് യൂണിയന്റെ എക്സ് പോസ്റ്റ്. ലോകത്തെ കരുത്തുറ്റ പാസ്പോർട്ടുകളുടെ പട്ടികയായ ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ 80ാം സ്ഥാനത്ത്. 199 രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യങ്ങളിൽ നിന്ന് വിസ രഹിത പ്രവേശനം അനുവദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. 114 രാജ്യങ്ങളിലേക്ക് വിസ രഹിത പ്രവേശനം അനുവദിക്കുന്ന 6 രാജ്യങ്ങൾ ഒന്നാമത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ 1ാം സ്ഥാനം പങ്കിട്ടു. ഏറ്റവും കരുത്തു കുറഞ്ഞ പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാന്റെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം വരുന്ന വാർത്തകളുണ്ട്. സോഫ്റ്റ് ബാങ്ക് ഈ വർഷം പകുതി മുതൽ ഇന്ത്യയിൽ വീണ്ടും നിക്ഷേപം പുനരാരംഭിക്കും. റിലയൻസിന്റെ ഓഹരികൾ പുതിയ ഉയരത്തിലാണ്. ഗുജറാത്തിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന ഉച്ചകോടിയിലേക്ക് കൂടുതൽ നിക്ഷേപവുമായി കൂടുതൽ കമ്പനികളും കൂടുതൽ വ്യവസായികളും എത്തിച്ചേരുകയാണ്. അങ്ങനെ ഇന്ത്യൻ വിപണിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഒരു ഉണർവിന്റെ പാതയിലാണെന്ന വാർത്തകളാണ് ഇന്നും വരുന്നത്. ഇനി ദേശീയ ഓഹരി വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദേശീയ ഓഹരി വിപണി ഇന്ന് ഈ US വിപണിയിലെ ഒരു നേട്ടമൊക്കെ ഉൾക്കൊണ്ട് അല്പം ഉണർവോടെയാണ് വ്യാപാരം നടക്കുന്നത്. മാർജിൻ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. 21,657, 39 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇനി നിഫ്റ്റി ബാങ്ക് ഓഹരികളും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് ഉയർന്നു തന്നെയാണ് വ്യാപാരം നടക്കുന്നത്. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സും 72,000 കടക്കാനായില്ലെങ്കിൽ പോലും 71,760 എന്ന നിലയിലാണ്. 102 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ന് രാവിലെ രൂപയ്ക്ക് ഒരല്പം കരുത്തു കുറഞ്ഞെങ്കിലും രൂപ വീണ്ടും ശക്തി ആർജിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. 0.01% ഉയർന്ന് 83 രൂപ 3 പൈസ എന്ന നിലയിലാണ് ഇന്ന് രൂപയുടെ വ്യാപാരം നടക്കുന്നത്. നമ്മോടൊപ്പം നമ്മുടെ അതിഥി DBFSന്റെ MD ശ്രീ പ്രിൻസ് ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നത് എന്തിനാണ് ബിസിനസ് വാർത്തകൾ കാണുന്നത്, എന്തിനാണ് ഈ ഓഹരി വിപണിയെ കുറിച്ച് അറിയുന്നത്, ഞങ്ങളെ പോലെ സാധാരണക്കാർക്കൊക്കെ നിക്ഷേപം നടത്താനാകുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് കൂടെ പറയാനുള്ളതും ഇന്നത്തെ ഒരു ഇൻട്രാഡേ മൂഡും എങ്ങനെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഈ ഓഹരി വിപണി എന്ന് പറയുന്നത് പണ്ടൊരു എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾക്കുള്ള ഒരു സംഗതിയായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല സിറ്റുവേഷൻ. ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും വരികയും ചെയ്യുന്നത് സാലറീഡ് ക്ലാസ്സിലുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും മ്യൂച്വൽ ഫണ്ടുകൾ വഴിയും SIP പോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ വഴിയും സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് നിക്ഷേപം നടത്തുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ കസ്റ്റമർ ബേസ് എടുത്തു നോക്കിയാൽ വളരെ സാധാരണക്കാരായ ആളുകൾ ഒരു സേവിങ്സിന്റെ കൾച്ചർ ബിൽഡ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. അതുകൊണ്ടുള്ള അവർക്കുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് അസറ്റ് ക്ലാസ്സുകളിലൊക്കെ 6-7% റിട്ടേൺ കിട്ടുമ്പോൾ
മിക്ക ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും 14-15% റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ കിട്ടാനുള്ള വളരെ ലിക്വിഡിറ്റി ഉള്ള വളരെ മികച്ച ഒരു ഏരിയ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ട് ഇത് വലിയൊരു പണക്കാരുടെ ഒരു ഏരിയ ആയിട്ടൊന്നും ഇതിനെ കണക്കാക്കേണ്ട കാര്യമില്ല. തിരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള സിറ്റുവേഷൻ. ഇനി ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി പെട്ടെന്നൊന്ന് പറയാം. രാവിലെ മാർക്കറ്റ് ഏതാണ്ട് 100 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ അവിടെ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. 21,700 നിന്ന് 21,650 ലെവലിലേക്ക് നിഫ്റ്റി ഒരു 50 പോയിന്റോളം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ ഒരു റിക്കവറിയുടെ കണ്ടിന്യൂറ്റിയാണ് ഇന്ന് കാണുന്നത് രാവിലെ മാർക്കറ്റിൽ. ഇപ്പോഴും മാർക്കറ്റ് നെഗറ്റീവ് ടെറിട്ടറിയിലോട്ടൊന്നും പോയിട്ടില്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. റിലയൻസ് അടക്കം ചില ഷെയറുകളാണ് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇന്ന് 2 ന്യൂസുകളുണ്ട്. ഒന്ന് ഇൻഫ്ലേഷൻ ഡേറ്റയും, 2 ഈ IT കമ്പനികളുടെ റിസൾട്ട്, പ്രത്യേകിച്ച് TCSന്റെ ഇൻഫോസിന്റെ റിസൾട്ട്. ഇതിന്റെ പേരിൽ ചെറിയൊരു നെർവസ്നെസ് IT കമ്പനികളിലുണ്ടെന്നുള്ളതാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ശരി, എന്തായാലും മാർക്കറ്റ് ഇന്ന് ഒരു നേട്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കും എന്ന് കരുതാം. എന്തായാലും സാമ്പത്തിക വാർത്തകളും ഓഹരി വിപണിയിലെ വാർത്തകളും സാധാരണക്കാർക്ക് കൂടി ഉള്ളതാണ്. അതുകൊണ്ട് സാധാരണക്കാർ ഈ വാർത്തകൾ കൂടി കാണണം. മാർക്കറ്റ് വ്യൂവിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. നമസ്കാരം. പ്രേക്ഷകർ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്തവർ പെട്ടെന്ന് തന്നെ കഴിക്കണം. വാർത്തയിലേക്ക് നേരെ പോകുമ്പോൾ പത്തനംതിട്ട പെരുന്നാട്ടിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. എന്തേ വന്നില്ല എന്ന് വിചാരിക്കുകയായിരുന്നു ഇത്തരം വന്യജീവി വാർത്തകൾ. വളർത്തുനായെ കടിച്ചു കൊന്നു. രാവിലെയാണ് പട്ടിയുടെ ജഡം കണ്ടെത്തിയത്. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നാട്ടുകാർ പറയുകയുമാണ്. ശ്രീകുമാരൻ ചേരുന്നു. ശ്രീത്ത്, മേഖലയിൽ ഒരു ആശങ്ക സ്വാഭാവികമായും ഉണ്ട് അല്ലേ? അതെ, ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഈ മേഖലയിൽ പുള്ളിപ്പുലി ഇറങ്ങിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കോളാമല പ്രദേശമാണ്. പെരുന്നാട്ടിലെ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. ശബരിമല വനത്തോടൊക്കെ ഏറ്റവും അടുത്ത പ്രദേശം തന്നെയാണിത്. എന്നാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പട്ടിയെ കടിച്ചു വന്നിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. എന്നാലും രാവിലെയാണ് ഇത്തരത്തിൽ ഈ നായയുടെ ജഡം കണ്ടത്. വീടിനോട് ചേർന്ന വനഭൂമിയോട് അടുത്ത പ്രദേശമാണ്. ആ മേഖലയിൽ വീടിനോട് ചേർന്ന പ്രദേശത്തായിരുന്നു ഈ നായയുടെ ജഡം കണ്ടെത്തിയത്. കടിച്ചു കീറിയ നിലയിലാണ് ആ ജഡമുള്ളത്. എന്നാലും നാട്ടുകാർ പറയുന്നത് ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പുള്ളിപ്പുലിയെ കണ്ടിട്ടുണ്ടെന്നാണ്. രാവിലെ വനം വകുപ്പ് അധികൃതർ ഇവിടെ എത്തി പരിശോധന നടത്തി. അങ്ങനെ പുലിയുടെ ഒരു കാൽപ്പാട് കണ്ടെത്തിയിട്ടുണ്ട്. വനം വകുപ്പ് എന്തായാലും കൂട് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ ആശങ്കയിലാണ്. വനം വകുപ്പുകാർ ഇടപെടുന്നില്ല. വിഷയത്തിൽ മുൻപ് പലതവണ പരാതി പറഞ്ഞിട്ടും വനം വകുപ്പുകാർ ഇടപെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആശങ്കയോടുകൂടി തന്നെയാണ് ഈ കൊലാമല നിവാസികൾ ഇപ്പോൾ ജീവിക്കുന്നത്. ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അഷ്റഫ് പറയുകയാണ്, ആഷ്മി മെസ്സേജ് അയക്കുന്നവർ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകർ, ഞങ്ങൾ ആയിരക്കണക്കിനായ പ്രവാസികൾ നിങ്ങളുടെ നട്ടല്ലത് മറക്കരുത്. അഷ്റഫ് UK ദുബായ്. ഇല്ല അഷ്റഫ്, നമ്മൾ മറക്കില്ല. പ്രവാസികളെ മറന്നൊരു കളി നമുക്കില്ല. ദിലീപ് കുമാർ ഇതാ പറയുക കേട്ടോ, ഡിയർ ആഷ്മി, ടിക്കറ്റ് എടുത്ത് തരാമെങ്കിൽ ഞാൻ 28-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരാം. 2 ദിവസത്തെ ലീവ് കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദിലീപ് കുമാർ. അൽമറായ് കമ്പനി എന്ന് ദിലീപ് കുമാർ പറയുകയാണ്. ദിലീപേട്ട ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രവാസികൾക്ക് നമ്മൾ നമ്മുടെ നട്ടല്ല ഒരുപാട് പ്രവാസികൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് നോക്കാം അല്ലേ? മീനാക്ഷി റിജു പറയുന്നു, ഹായ് ഹാഷ്, ഖാന ഖാലിയ മുജെ തുംസെ പ്യാർ ഹെ എന്ന് പറയാണ്. നഹി നഹി ഇസ് ബുള്ളറ്റിൻ കെ ബാദ് ഗാന ഗാവുങ്ക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വാർത്ത. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത നവകേരള ബസ് അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരുവിലെത്തിച്ചു. SM കണ്ണപ്പ ഓട്ടോമൊബൈൽസിലാണ് ബസ് കൈമാറിയത്. ഈ മാസം അവസാനത്തോടെ തിരികെ കൊണ്ടുവരും. നവകേരള യാത്ര പൂർത്തിയായതിന് പിന്നാലെയുള്ള അറ്റകുറ്റപ്പണികൾക്കായാണ് നവകേരള ബസ് ബംഗളൂരുവിലെത്തിച്ചത്. ബസിന്റെ ബോഡി നിർമ്മിച്ച SM കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഗ്യാരേജിലായിരിക്കും പണികൾ. മുഖ്യമന്ത്രിയിരുന്ന സീറ്റും ലിഫ്റ്റും നീക്കം ചെയ്യും. ബസിന്റെ ചില്ലുകൾ മാറ്റും. ശുചിമുറി നിലനിർത്തും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷം KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി ബസ് ഉപയോഗിക്കാനാണ് സർക്കാർ തീരുമാനം. ജനുവരി അവസാനം ബസ് കേരളത്തിൽ തിരിച്ചെത്തിക്കും. 24 തിരുവനന്തപുരം. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിൽ നടന്ന വെടിവയ്പിൽ 4 മെയ്തേ വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിഷ്ണുപൂരിൽ നിന്ന് 4 പേരെ കാണാതായി. മേഖലയിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കുകയും ചെയ്തു. ചുരാചന്ദ്പൂരിൽ ഹാത്തോക് ഫെയിലൻ ഗ്രാമത്തിലാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കുക്കി ഗ്രാമങ്ങൾക്ക് കാവൽ നിൽക്കുന്നവരും തീവ്ര മെയ്തേ സംഘടനയായ ആരംഭൈ തെങ്കോലും തമ്മിലായിരുന്നു വെടിവയ്പ്. മെയ്തേ വിഭാഗക്കാരായ 4 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്കേറ്റു. വനമേഖലയ്ക്ക് സമീപമാണ് വെടിവയ്പുണ്ടായത്. അയൽ ജില്ലയായ ബിഷ്ണുപൂരിലും കുക്കി മെയ്തേ വിഭാഗർ തമ്മിൽ ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിന് പിന്നാലെ അതിർത്തി മേഖലയിൽ നിന്ന് മെയ്തേ വിഭാഗക്കാരായ 4 യുവാക്കളെ കാണാതായി. ചുരാചന്ദ്പൂരിൽ കൊല്ലപ്പെട്ട സംഘം ഇവരാണോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. അതിനിടെ സംഘർഷം വീണ്ടും രൂക്ഷമായ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് സേനാവിന്യാസം ശക്തമാക്കി. മൊറെ, തൗബൽ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഘർഷം തുടരുകയാണ്. 24 ഡൽഹി. വിനോദ് കുമാർ ചോദിക്കുകയാണ്, ആഷ്മി 24 ചാനൽ MLA യുടെ ഭാഗത്താണോ SAയുടെ ഭാഗത്താണോ തെറ്റ്? പ്രേക്ഷകരെ ഉൾപ്പെടുത്തി അതിൽ അന്തിച്ചർച്ച നടത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്.
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു MLA എന്ന് പറഞ്ഞ ജനപ്രതിനിധിയാണ്. മറ്റേത് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് DGPയേക്കാൾ വലിയ പദവിയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളത്. അത് ജനാധിപത്യത്തിൽ ജനം തിരഞ്ഞെടുത്ത ഒരു പദവിയാണ്. ആ പദവിക്ക് അതിൻ്റെതായ പവിത്രതയും അതിൻ്റെതായ ഒരു വിലയുണ്ട്. അത് ഏത് പോലീസുകാരനേക്കാളും മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധിയാലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. ഹായ്, പുലിവാർത്ത വന്നേ, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാത്ത ഒരു വാർത്ത ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട, ഇപ്പോൾ അവരാണ് താരങ്ങളെന്ന് വസന്തകുമാരിക്ക് പറയുകയാണ്. ജോസ്വിൻ ജെയ്വിൻ ചോദിച്ചായിരുന്നു നേരത്തെ. ഹാഷ്മി ബ്രോ, എൻ്റെ മോൻ ജെയ്വിൻ ഒരു ഹായ് പറയാമോ? ഹായ് ജെയ്വിൻ മോൻ, ഹായ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച് തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി. അറസ്റ്റ് ചെയ്യാനായി ED കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി. അറസ്റ്റിന് കാരണമായ രേഖകൾ ED നൽകിയില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഹർജികളിൽ 22-നകം മറുപടി നൽകാൻ EDക്ക് ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശവും നൽകി. മനേഷ് മൂർത്തിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. മനേഷ്, അറസ്റ്റ് ചെയ്യാൻ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി എന്ന ആ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന സെന്തിൽ ബാലാജിയുടെ ആരോപണത്തിന്റെ വസ്തുത എന്താണ്? ഹാഷ്മി, തുടക്കം മുതൽ, അതായത് ജൂണിൽ അറസ്റ്റ് ചെയ്ത സമയം മുതൽ തന്നെ ആരോപിക്കുന്നതാണ് നിയമവിരുദ്ധമാണ് ഈ അറസ്റ്റ് എന്നുള്ളത്. സമാനമായ രീതിയിൽ, അതായത് നാളെ ജാമ്യാപേക്ഷയിൽ ഹർജിയിൽ നാളെ വിധി വരാനിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വിധി വരാനിരിക്കുകയാണ്. ഇന്നിപ്പോൾ റിമാൻഡ് കാലാവധി അവസാനിച്ച് അപ്പോഴാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും ഈ കേസ് എടുക്കുന്നത്. ആ കേസ് എടുത്ത സാഹചര്യത്തിലാണ് ഈ 2 ഹർജികൾ കൂടി നൽകുന്നതിൽ പ്രധാനമായും പറയുന്നത് അറസ്റ്റ് ചെയ്യാനായി എടുത്ത രേഖകളെല്ലാം തന്നെ ED കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എന്തായാലും സെന്തിൽ ബാലാജിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞ രീതിയിൽ, അതായത് അറസ്റ്റ് ചെയ്തതിനുള്ള രേഖകളൊന്നും തന്നെ ഇതുവരെയും നൽകിയിട്ടില്ല. അതായത് ഈ പറഞ്ഞ സെന്തിൽ ബാലാജി ഭാഗത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ 2 ഹർജികൾ പറയുന്നത്. ഈ 2 ഹർജികളിലും മറുപടി നൽകാനായി ഒരു ജനുവരി 22-ാം തീയതി വരെ സമയം നൽകിയിട്ടുണ്ട് EDക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. എന്തായാലും സെന്തിൽ ബാലാജി കേസ് കുറച്ചുകൂടി നിയമപരമായി കുറച്ചുകൂടി ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 15 തവണയാണ് ഈ റിമാൻഡ് കാലാവധി നിലവിൽ നീട്ടിയിരിക്കുന്നത്. ഇന്നത്തെ അടക്കം 15 തവണയാണ് നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ജയിലിൽ തുടരാൻ സാധിക്കാത്ത ഒരു നില ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് പലതവണ ജാമ്യാപേക്ഷ നൽകിയതാണ്. അതെല്ലാം തന്നെ തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ED ഒരു കാരണവശാലും ഒരു ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസവും കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിലും കളരേഖ ഉണ്ടാക്കിയ കളരേഖ പക്ഷേ കോടതിയിൽ ഹാജരാക്കിയില്ലെന്ന് പറയുകയാണ് സെന്തിൽ. കോടതി തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇവിടെ സജീവരാഗം പറയുന്നു, സവാദിന്റെ ഭാര്യാപിതാവ് കള്ളമല്ലേ പറയുന്നത്, ആളെ അറിയാതെയാണോ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്, അടക്കം ദുരൂഹതകളും സംശയങ്ങളും കൊണ്ട് പരിഹരിക്കപ്പെടട്ടെ. ഉഷാസുയത്ത് പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ റേഷൻ കടയിൽ ജോലി ചെയ്യുന്ന ഷാരി ചേച്ചി ആഷ്മിയുടെ ഈ ഗുഡ് ആഫ്റ്റർനൂൺ സ്ഥിരം പ്രേക്ഷകയാണ്. അവതരണ ശൈലി വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ട സന്തോഷം പങ്കിടുന്നു എന്ന് പറയുന്നു. ഹായ് ഷാരി ചേച്ചി, ഹായ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കണം, ഷംസുദ്ദീൻ ചക്കിപ്പാറ, എവിടെയും പോകരുതെന്ന് പറയാം, നീ ആരാ? ഓ പിന്നെ ഒന്ന് പോടാ പോയി എന്ന് പറയാണ്. ചക്കിപ്പാറ നമ്മളങ്ങനെ മസ്റ്റായിട്ട് പോയേക്കരുത് എന്ന് ഉത്തരവ് സ്വഭാവത്തിൽ പറഞ്ഞൊന്നുമല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒഴുക്കിൽ പറഞ്ഞാൽ മതി. അതിന് അങ്ങനെ കണ്ടോ എന്നാണ്. അതായത് വേറൊരു പ്രശ്നം പറയുകയാണ് ഇവിടെ. രാകേഷം റോഷൻ, ഹലോ ആഷ്മി, ഞാൻ നെതർലൻഡ്സിൽ നിന്നാണ്. എൻ്റെ മകൻ റിദാൻ റോഷൻ്റെ പിറന്നാളാണ്. ആഷ്മി ഒരു വിഷു കൊടുക്കുമോ? എനിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ റിദാൻ റോഷൻ, റെക്കോർഡ് ചെയ്ത് വെച്ചോ. നിമിഷ തമ്പി കൊലക്കേസിൽ പ്രതി ബിജു മൊല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ്. പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് 54 വർഷം തടവിന് ശിക്ഷിച്ചത്. പ്രതി യാതൊരു ദയയ്ക്കും അർഹനല്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നു. 2018 ജൂലൈ 30-നാണ് മോഷണ ശ്രമത്തിനിടെ നിമിഷ തമ്പി എന്ന 18 വയസ്സുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ 54 വർഷം കഠിന തടവിന് പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. യാതൊരു ഇളവിനും പ്രതി അർഹനല്ല എന്ന് കോടതി പറഞ്ഞു. സയന്റിഫിക് റിപ്പോർട്ടിനും കൂടെ അടിസ്ഥാനത്തിൽ വളരെ 100% പഴുതടച്ച ഏത് അപ്പീൽ പോയാലും പ്രതി രക്ഷപ്പെടാൻ സാധ്യമില്ലാത്ത തരത്തിലുള്ളൊരു വിധിയാണ് ഈ കോടതി പാസ്സാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വിധി ഈ കോടതി പാസ്സാക്കാൻ ഇടവന്നിട്ടുള്ളത് അതിഗംഭീരമായി ഈ കേസ് ക്രൈംബ്രാഞ്ച് DYSP ഉദയഭാനു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷിച്ചു എന്നുള്ളതാണ്. വധശിക്ഷയാണ് നൽകേണ്ടിയിരുന്നതെന്നും അപ്പീൽ പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നിമിഷയുടെ പിതാവ് തമ്പി. ഞങ്ങൾ ഉദ്ദേശിച്ചത് വധശിക്ഷയാണ് ഉദ്ദേശിച്ചത്. അത് ഏതായാലും കിട്ടിയില്ല. പിന്നെ അപ്പീലിന് പോണ കാര്യം എങ്ങനെയാണെന്ന് ഞങ്ങൾ ചരണാധിപന്മാരായിട്ടൊന്ന് ആലോചിച്ചിട്ടാണ് പറയാൻ പറ്റുള്ളൂ. ശാസ്ത്രീയ തെളിവുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ശിക്ഷ ഉറപ്പാക്കിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KS ഉദയഭാനു. ശാസ്ത്രീയപരമായ അന്വേഷണത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ പ്രതിക്ക് കിട്ടിയിരിക്കുന്ന 52 വർഷത്തെ ശിക്ഷയും 3 ലക്ഷം രൂപ ഫൈനും. 9 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ മാതാപിതാക്കൾ നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 2 ജീവപര്യന്തം ഉൾപ്പെടെ 54 വർഷം കഠിന തടവാണ് പ്രതിക്ക് കോടതി വിധിച്ചത്. അപ്പീൽ പോയാലും
പ്രതിക്ക് നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനും പങ്കുവെക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. രാജേന്ദ്രൻ പോല പറയുകയാണ്, MLA തികഞ്ഞ ധാർഷ്ട്യം കാട്ടിയതായി കാണുന്നു. എളിമ വിവേകം അതല്ലേ ജനപ്രതിനിധിക്ക് വേണ്ടത്, പോലീസുകാർ വോട്ടർമാരാണെന്ന് പറയുന്നത്. ചേട്ടാ, ബാക്കി ആരെപ്പറ്റി പറഞ്ഞാൽ എം വിജിൻ MLA പറ്റി ധാർഷ്ട്യം എന്ന പ്രയോഗം ചേരുമോയെന്ന് അറിയില്ല. കാര്യം നമുക്കറിയാവുന്ന നമ്മുടെ ചർച്ചകൾക്ക് സ്ഥിരം വരാറ് ഉണ്ട്. ഇപ്പോഴാണ് കുറച്ച് നാളായി കാണാത്തത്. പക്ഷേ എത്ര കടുത്ത രാഷ്ട്രീയ വിമർശനം വരുമ്പോഴും സൗമ്യത വിടാതെ, അല്ലെങ്കിൽ രോഷപ്പെടുമ്പോൾ പോലും ഒരു മര്യാദയുടെയും ഒക്കെ ഭാഷ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് എം വിജിൻ MLA. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊക്കെ വേണമെങ്കിൽ മാതൃകയാക്കാവുന്ന ഒരു സൗമ്യതയുടെ സ്വഭാവം ഉള്ള ആളാണ്. അപ്പം എം വിജിൻ അത്രത്തോളം രോഷാകുലനും പ്രകോപിതനായെങ്കിൽ SI എത്രമാത്രം പ്രകോപിപ്പിച്ചിട്ടുണ്ടാകണം എന്നുകൂടി ഒരു ആലോചന അതിലുണ്ട്. ഓക്കെ, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ഇന്ന് സ്ഥാനമേൽക്കും. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഉച്ചയ്ക്ക് 2:30 സ്ഥാനാരോഹണം. സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. കുർബാന തർക്കത്തിലെ പരിഹാര ശ്രമത്തിന് മേജർ ആർച്ച് ബിഷപ്പിന് പിന്തുണ നൽകാനാണ് അൽമായ മുന്നേറ്റത്തിന്റെയും വൈദികരുടെയും തീരുമാനം. ആദ്യമായാണ് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിന് വേദിയാകുന്നത്. ഇതിനു മുമ്പ് ചടങ്ങിന് വേദിയായിട്ടുള്ള എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളി കുർബാന തർക്കത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യത്തിൽ തുടങ്ങുകയാണ് പുതിയ സഭാധ്യക്ഷന് മുന്നിലുള്ള വെല്ലുവിളികൾ. ഭൂമി ഇടപാട് വിവാദവും ഏകീകൃത കുർബാന തർക്കവും രൂക്ഷമായ സാഹചര്യത്തിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്. പ്രശ്നം പരിഹരിക്കാൻ സമവായ ശ്രമമുണ്ടായാൽ മേജർ ആർച്ച് ബിഷപ്പിന് പിന്തുണ നൽകാനാണ് അൽമായ മുന്നേറ്റത്തിന്റെയും വൈദികരുടെയും തീരുമാനം. അതൊക്കെ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ വൈദികരൊക്കെ ആലോചിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് അദ്ദേഹം ചെയ്യുമെന്നാണ് എൻ്റെ ധാരണ. മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ മൗണ്ട് സെന്റ് തോമസിൽ തുടരുന്ന സിനഡ് മറ്റു വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്കെടുക്കും. 24 കൊച്ചി. കൂടുതൽ വിശദാംശങ്ങളുമായി കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നിന്ന് എബിൻ ജോസ് ചേരുകയാണ്. എബിൻ, എത്രത്തോളം പ്രൗഢമായി ആ ചടങ്ങ് നടത്താനാണ് രൂപതയുടെ ആലോചന, തീരുമാനം? ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ എന്തായി എബിൻ? ഹാഷ്മി, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. വിപുലമായൊരു ചടങ്ങല്ല. കാരണം സാധാരണയായി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേൽക്കുമ്പോൾ സഭയുടെ ആസ്ഥാനമായ ബസിലിക്കയിലാണ് ചടങ്ങുകൾ നടക്കാറ്. പക്ഷേ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ കുരിയ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലാണ് ഇന്ന് ചടങ്ങുകൾ നടക്കുന്നത്. സഭയുടെ അൽമായരും വൈദികരും അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ നിലവിൽ സിനഡ് നടക്കുകയാണ്. വിവിധ രൂപതകളിലെ മെത്രാന്മാരുമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ നേരത്തെ എത്തി പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ആശംസ അറിയിച്ച് കടന്നു പോവുകയാണ് ചെയ്തത്. മറ്റ് വിശ്വാസികൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ പ്രവേശനമില്ല. ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം ലൈവായി തന്നെ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വിശ്വാസികളെല്ലാം ഇതിൽ കണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് സഭയുടെ അറിയിപ്പുള്ളത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യം 2:30 തന്നെ ചടങ്ങുകൾ നടക്കും. ആദ്യം ഈ മേജർ ആർച്ച് ബിഷപ്പിനെ സ്ഥാനാരോഹണ ചടങ്ങുകളാണ്. അതിനിപ്പോൾ നിലവിൽ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായ മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കലാണ് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. ആ കുർബാനയ്ക്ക് ശേഷം ആശംസകൾ അറിയിച്ച് മറ്റ് രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ സംസാരിക്കും. അതോടൊപ്പം തന്നെ സഹോദര സഭകളായ സീറോ മലങ്കര സഭ, ലത്തീൻ സഭ തുടങ്ങിയ സഭകളിൽ നിന്നും ബിഷപ്പുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം ആശംസകൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും പിന്നീട് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സിനഡ് വീണ്ടും നടക്കും. ആ സിനഡിലാകും മറ്റ് സഭയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. കുർബാന തർക്കമുള്ള അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സിനഡിലായിരിക്കും ചർച്ചയാവുക. നിലവിൽ ശനിയാഴ്ചയാണ് സിനഡ് അവസാനിക്കുന്നത്. അതിനു മുന്നേ സഭയുടെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും സ്ഥാനാരോഹണ ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൃത്യം 2:30 തന്നെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും. ഓക്കെ, എബിൻ ജോസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മാർ റാഫേൽ തട്ടിൽ ചുമതലയേൽക്കുകയാണ്. വലിയ ആഘോഷപൂർവ്വമുള്ള വലിയ വിപുലമായ ചടങ്ങല്ല, ലളിതമായ എന്നാൽ പ്രൗഢമായ ചടങ്ങുമാണ്. ഇവിടെ സുരേഷ് സത്യം പറയുകയാണ്, ആഷ്മി SKN പിന്നെ മൊത്തം 24 ടീം കോൺഗ്രസ് അവരുടെ ചർച്ചകൾ മുഴുവൻ കേരള സർക്കാരിനെ താറടിച്ച് കാണിക്കൽ. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധ നിലപാടിൽ ഒരു ചർച്ചയുമില്ല. സുരേഷ് സത്യം ചേട്ടൻ നേരെ ചർച്ചകൾ കാണാത്തതുകൊണ്ട് പറയുന്ന കമൻറ്റാണത്. നേരെ യൂട്യൂബിലോട്ട് പോകണം. അവിടെ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൻ്റെ കാലത്തെ ചർച്ചകൾ, അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തിന് നൽകുന്നില്ല തുടങ്ങിയ കാലത്തെ ചർച്ചകളൊക്കെ ചേട്ടൻ ഒന്ന് കാണണം. അപ്പോൾ ഉറപ്പായും ആ നിലപാട് തെറ്റാണെന്ന് മനസ്സിലാകും. നിലപാട് തെറ്റാണെന്ന് മനസ്സിലായാൽ പറ്റിയ തെറ്റ് തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ വന്ന് പറഞ്ഞ് ആ കമൻറ്റ് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള വിശാല മനസ്സുണ്ടെങ്കിൽ കാണിക്കുകയും വേണം. ഓക്കെ, നിയമസഭാ സമ്മേളനത്തിന് സമയക്രമം മാറ്റണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം. KPCCയുടെ ജാഥ കണക്കിലെടുത്താണ് സമയം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി 5 നിന്ന് 2 മാറ്റണമെന്നാണ് ആവശ്യം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ തുടങ്ങാനാണ് തീരുമാനം. ഫെബ്രുവരി 9 മുതൽ 25 വരെയാണ് KPCCയുടെ ജാഥ നിശ്ചയിച്ചിരിക്കുന്നത്.
സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി 5 നിന്ന് 2 മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത്. ജാഥ നടക്കുന്ന ഫെബ്രുവരി 9 മുതൽ 25 വരെയുള്ള ഷെഡ്യൂളിലും മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 ആദ്യ സഭാ സമ്മേളനം പലവിധ കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. നവകേരള യാത്രയും സംഘർഷങ്ങളും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റും ചർച്ചയാകും. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിനിടെയുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും നിർണായകമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള ബജറ്റും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. 24 തിരുവനന്തപുരം. നേഹ നായർ പറയുന്നു, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ്. ആവണി മോൾക്ക് ഹാഷ്മി ഒന്ന് വിഷയാവും. ഹാപ്പി ബർത്ത്ഡേ ആവണി മോൾ. പുതുവത്സരാഘോഷം ആഘോഷിക്കാൻ ഗോവയിൽ പോയി യുവാവ് മരിച്ച സംഭവം കേരള പോലീസ് അന്വേഷിക്കണമെന്ന് മാതാപിതാക്കൾ. കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഗോവ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും ലഹരി മാഫിയയുടെ പങ്കും അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം. ഗോവയിൽ പുതുവത്സരം ആഘോഷിക്കാൻ പോയി മരിച്ച സഞ്ജയുടെ മാതാപിതാക്കളാണ് ഗോവൻ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മർദ്ദനമേറ്റിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടും കാര്യമായ അന്വേഷണം നടന്നില്ല. ഈ സാഹചര്യത്തിൽ കേരള പോലീസ് കേസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഗോവ ഈ അഞ്ജന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മേൽ നടപടികളും സ്വീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആളിനെ ഇടിച്ചു കൊന്നതാണ്, ആ ഇടി കാരണം മരിച്ചു പോയെന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഗോവ ഈ അഞ്ജന പോലീസ് സ്റ്റേഷനിൽ ഒരു മേൽനടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ DGPക്കും CMനും വാസവൻ സാറിനും പരാതി കൊടുത്തത്. കൊലപാതകത്തിൽ ലഹരി മാഫിയയുടെ ഇടപെടലും അന്വേഷിക്കണം. ഈ മയക്കുമരുന്ന് മാഫിയ അവിടെ ശക്തമായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായത് അങ്ങനെയാണ്. അത് ശക്തമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. എന്നാലേ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് അത് മാറ്റം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഗവൺമെൻറ് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസംബർ 29-നാണ് വൈക്കം കുലശേഖരമംഗലം സ്വദേശിയായ സഞ്ജയ് 2 കൂട്ടുകാർക്കൊപ്പം പുതുവത്സരം ആഘോഷിക്കാൻ ഗോവയിൽ പോയത്. പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. DJ പാർട്ടിയുടെ സെക്യൂരിറ്റി ജീവനക്കാർ യുവാവിനെ മർദ്ദിച്ചു കൊന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ടോബി ജോൺസൺ, 24, കോട്ടയം. കോഴിക്കോട് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗികാതിക്രമം എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഒളവണ്ണ മാവത്തുംപടി വി അബ്ദുൽ ഹമീദിനെ 68 വയസ്സാണ് പന്തിരംഗ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. സ്കൂളിലെ കൗൺസിലിംഗിനിടെയാണ് വിവരം പുറത്തു പറഞ്ഞതോടെ സംഭവം പുറത്തറിയുന്നത് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കോട്ടയത്ത് നടന്ന മാർച്ചിനിടെ പോലീസ് അടിവയറ്റിൽ ചവിട്ടിയതായി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി. ചങ്ങനാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി നിജു വാണിയമ്പുരക്കലാണ് പരാതി നൽകിയത്. ഇടുക്കി കുമണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രവർത്തകർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെയാണ് ചങ്ങനാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു വാണിയപ്പുരക്കലിനെ ചവിട്ടുകൊണ്ടത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നതിനിടെ ജനേന്ദ്രിയത്തിൽ ചവിട്ടിയെന്നാണ് ആരോപണം. നിജു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ CPIM DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അമരാവതി ലോക്കൽ സെക്രട്ടറി രാജൻ, DYFI നേതാവ് നിഖിൽ എന്നിവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന 4 DYFI പ്രവർത്തകർക്കെതിരെയാണ് കേസ്. പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജോബിൻ ആന്റണി കട്ടപ്പനയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൂവാറ്റുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. 24, കോട്ടയം. വലിയ മണ്ണാർക്കാട് ചോദിക്കുന്നു, ആഷ്മി ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം പലസ്തീൻ കൂട്ടക്കുരുതി എന്ന് വാർത്ത വരുന്നില്ല. ഉണ്ട് വാർത്ത വരുന്നുണ്ട്, വാർത്തകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ PP ജെയിംസ് സാറൊക്കെ ഇവിടെ ഉള്ളതല്ലേ, അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല. ഉണ്ട്, വാർത്ത ഉണ്ട്. പ്രവീൺ രാജ് പറയുന്നു, എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റി അത്യാവശ്യമായ ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തണം. നാട്ടിലെ ശുദ്ധവായുവിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എല്ലാവരും 4 സെൻറ്റിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. വളരെ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് പറയുകയാണ് പ്രവീൺ രാജ്. അത് ഉറപ്പായും നോക്കേണ്ടതും പരിശോധിക്കേണ്ടതും മാധ്യമങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി കാണേണ്ടതുമാണെന്ന് എൻ്റെ അഭിപ്രായം. പൗത്രം അതിനെപ്പറ്റി ആഷ്മി ആകെ വിഷമത്തിലാണ്. ഞാൻ ജോലി ചെയ്യുകയും വേണം, താങ്കളെ കാണുകയും വേണം, എന്താ ചെയ്യുക, എന്നാലും കുറച്ചു നേരം TV കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ എന്ന് പറയുകയാണ്. ചേട്ടാ ജോലി ചെയ്തുകൊണ്ട് കൂടെ വാർത്ത കാണാനേ അതൊക്കെ പറ്റും. അപ്പോൾ ഓക്കെ. ഓർക്കിഡ് ആഷ്മി നമസ്കാരം. സത്യത്തിൽ SI MLAയോട് പേര് ചോദിച്ചോ? WPC അല്ലേ പേര് ചോദിച്ചത്? പേര് ചോദിച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസ്സുകാരൻ്റെ എന്ന് പറയണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിൽ അവിടെ ഈ പേര് ചോദിക്കൽ മാത്രമായിരുന്നില്ല പ്രശ്നം. എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ വീഴ്ചയിലാണ് ഈ പറഞ്ഞ നഴ്സിംഗ് സമരക്കാർ നഴ്സിംഗ് സമരക്കാരാണ്. അവർ സ്ഥിരം സമരം നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തരാകുന്ന ആൾക്കാരല്ല. അവർ കളക്ടറേറ്റിനകത്തേക്ക് കടക്കുന്ന സംഭവം ഉണ്ടായി. പോലീസ് അവിടെ പുറത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ MV ജിൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒന്ന് മൈക്ക് തട്ടിപ്പറിക്കലും അങ്ങനെ വലിയ പ്രകോപനം ആ സംഭവത്തിൽ അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അണ്ണാ DMK അവകാശ തർക്ക കേസിൽ മുൻ മുഖ്യമന്ത്രി O പനീർസെൽവത്തിന് തിരിച്ചടി. അണ്ണാ DMK എന്ന പേര്, കൊടി, ചിഹ്നം എന്നിവയും ഡെപ്യൂട്ടി കോർഡിനേറ്റർ എന്ന പദവിയും ഉപയോഗിക്കാൻ പാടില്ല
ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അണ്ണാ DMKയിൽ നിന്നും തന്നെ പുറത്താക്കിയ നടപടി നിയമവിരുദ്ധമാണെന്നും പാർട്ടിയുടെ പേരുൾപ്പെടെയുള്ളവ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നും ചൂണ്ടിക്കാട്ടി പനീർസെൽവമാണ് ഹർജി നൽകിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ജസ്റ്റിസുമാർ AR മഹാദേവൻ, മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് കേസ് പരിഗണിച്ചത്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലയ്ക്കെതിരെ കേസ്. കഴിഞ്ഞ ദിവസം ധർമ്മപുരി കത്തോലിക്ക പള്ളിയിൽ യുവാക്കളുമായി ഉണ്ടായ വാക്കേറ്റത്തിലാണ് കേസുണ്ടായത്. 8-ാം തീയതിയാണ് ധർമ്മപുരി ബുമ്മിടിയിലെ ലേഡി മൗണ്ട് കാർമൽ ചർച്ച് ഓഫ് സെന്റ് മേരീസിൽ അണ്ണാമലയും യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. മണിപ്പൂർ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് യുവാക്കൾ പള്ളിയിലെത്തിയ അണ്ണാമലയെ തടഞ്ഞത്. എന്നാൽ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുമെന്ന് പ്രഖ്യാപിച്ച അണ്ണാമല യുവാക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി യുവാക്കളെ മാറ്റിയ ശേഷം മാതാവിന്റെ ബിംബത്തിൽ മാല ചാർത്തിയാണ് അണ്ണാമല പള്ളിയിൽ നിന്ന് പോയത്. ഇതിനെതിരെ പള്ളിപ്പെട്ടി സ്വദേശി കാർത്തിക് നൽകിയ പരാതിയിലാണ് നടപടി. DMK ഹിന്ദുവിരുദ്ധ പാർട്ടിയാണെന്ന് തെളിഞ്ഞതായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. ഞാൻ സൗദിയിലെ ട്രക്ക് ഓടിക്കുന്ന സമയത്ത് നേരത്താണ് താങ്കളുടെ ഈ ന്യൂസും എന്നും കാണാറ്. ഇപ്പോഴും ഞാൻ ദമാമിൽ നിന്നും ട്രക്ക് ഓടിച്ച് പോവുകയാണെന്ന് പറയുന്നത്. അയ്യോ ചേട്ടാ, സൂക്ഷിച്ച് വണ്ടി ഓടിക്കും. PS സജീവ് ഹാഷ്മി MD വാസുദേവൻ നായർ മുഖ്യമന്ത്രി എന്ന വേദിയിൽ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യൂ. അത് നേരത്തെ റിപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ രാഹുൽ സുരേഷ് അതിൻ്റെ ലൈവൊക്കെ തന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ മൂല്യരാഷ്ട്രീയം കുഴികുത്തി മൂടപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു MD വാസുദേവൻ നായർ. ശിവസേന MLAമാരുടെ അയോഗ്യതാ പരാതി തള്ളിയ സ്പീക്കറുടെ വിധി ജനാധിപത്യത്തിലെ സത്യത്തിന്റെ വിജയമാണെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. രാഷ്ട്രീയ പാർട്ടിയെ സ്വകാര്യ സ്വത്താക്കാൻ ആർക്കും കഴിയില്ല. ഷിൻഡെ വിഭാഗത്തിന്റെ അഭിഭാഷകനായാണ് സ്പീക്കർ പ്രവർത്തിച്ചത് എന്നാണ് ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌട്ടിന്റെ ആരോപണം. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെയും 16 MLAമാരെയും അയോഗ്യരാക്കണമെന്ന ഉദ്ധവ് താക്കറെയുടെ ആവശ്യം തള്ളിയ സ്പീക്കർ രാഹുൽ നർവേക്കറിന്റെ വിധിയെ NDA സ്വാഗതം ചെയ്തു. വിധി ജനാധിപത്യത്തിലെ സത്യത്തിന്റെയും ശിവസേന പ്രവർത്തകരുടെയും മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെയും വിജയമാണെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. लोकशाही में बहुमत को, मेजोरिटी को महत्व है, मैं पहले से कह रहा था और इसलिए ये मेरिट के ऊपर दिया हुआ निर्णय है, इसलिए ये सच्चाई की जीत हुई है. കുടുംബരാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് വിധിയെന്നും മഹാഅഘാടി സഖ്യത്തെ ലക്ഷ്യം വെച്ച് ഷിൻഡെ വിമർശിച്ചു. അതേസമയം നീതി നടപ്പാക്കാൻ ട്രൈബ്യൂണലായി പ്രവർത്തിക്കാനാണ് സുപ്രീംകോടതി സ്പീക്കറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സ്പീക്കർ ഷിൻഡെ വിഭാഗത്തിന്റെ അഭിഭാഷകനായാണ് പ്രവർത്തിച്ചതെന്ന് संजय राऊत कुठ्ठപ്പെടുത്തി. वकील हे अत्यंत गंभीर गोष्ट आहे. आपण जर संपूर्ण निकालपत्र पाहिलं असेल ते ज्या पद्धतीनं वाचत होते तर ते ॲडव्होकेट नार्वेकर लीडिंग फॉर मिस्टर शिंदे अँड हिज ग्रुप शिंदे यांच्या फुटलेल्या गटासाठी वकिली करावी. സ്പീക്കറുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ഉദ്ധവ് താക്കറെ പക്ഷം വ്യക്തമാക്കി. 24 ഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് ഫെബ്രുവരി 1-നാണ്. ഈ മാസം 31-ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. ഇരുസഭകളിലും രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തും. വിവരങ്ങളുമായി അച്യുതൻ. അച്യുതൻ, ആ നയപ്രഖ്യാപനത്തിന്റെ ഇടക്കാല ബജറ്റിന്റെ രാഷ്ട്രീയ പ്രസക്തി കൂടി എന്താണ് അച്യുതൻ? ഹാഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം കൂടിയായിരിക്കും ഈ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനം എന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം വമ്പൻ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ഇതിലുണ്ടാകും. കാരണം ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും. ഒപ്പം തന്നെ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ, അത് പ്രതിപക്ഷ ഭരണപക്ഷ ആരോപണങ്ങൾ അതെല്ലാം ഉയരുവാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സമ്മേളനത്തിലുണ്ട്. എന്തായാലും 31-ാം തീയതി, ഈ മാസം 31-നാണ് രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തുക. അത് ഇരു സഭകളിൽ നടത്തും. അതിനുശേഷം നയപ്രഖ്യാപനത്തിന് മേലുള്ള ചർച്ചകളായിരിക്കും ഇരു സഭകളിലും ഉണ്ടാവുക. ആ ചർച്ചകൾക്കുള്ള മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകും. ഇതിൽ ഫെബ്രുവരി 1-നാണ് ഈ ഇടക്കാല ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ഉള്ള ഒരു സമ്മേളനം കൂടിയാണ് ബജറ്റ് സമ്മേളനം. ഹാഷ്മി. ഓക്കെ, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റ് സമ്മേളനം, ഇടക്കാല ബജറ്റ്, അതിലെ പ്രഖ്യാപനങ്ങൾ, അപ്പോൾ സാധാരണ ഒരു ബജറ്റ് എന്നതിനപ്പുറമുള്ള ചില രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട്. ഇവിടെ പ്രേക്ഷകൻ ചോദിക്കണം, ആഷ്മി ന്യൂസ് സ്റ്റുഡിയോ കാണിക്കാവോ? എത്ര ക്യാമറ ഉണ്ട്? എത്ര ആൾക്കാരാണ് ആഷ്മിയുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത്? 1, 2, 3, 4 ക്യാമറ ഉണ്ട്. അരുൺ നമ്പ്യാർ ക്യാമറാമാനുണ്ട്, അശ്വിൻ ക്യാമറാമാനുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം വരുമല്ലേ, വാ, അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. ഓക്കെ,
തമിഴ്നാട് തഞ്ചാവൂരിലെ ദുരഭിമാന കൊലക്കേസിൽ പോലീസിനെതിരെ നടപടി. പല്ലടം CI മുരുകയ്യെ സസ്പെൻഡ് ചെയ്ത് DIG ഉത്തരവിറക്കി. കൊല്ലപ്പെട്ട പെൺകുട്ടിയെ നിർബന്ധിച്ച് മാതാപിതാക്കൾക്കൊപ്പം വിട്ടത് മുരുകയ്യായിരുന്നു. ജനുവരി 3-നാണ് പെൺകുട്ടിയെ ചുട്ടുകൊന്നത്. ദളിത് യുവാവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ബന്ധുക്കൾ ക്രൂരമായി കൊല ചെയ്ത ഐശ്വര്യയെ നിർബന്ധിച്ച് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടത് CI മുരുകയ്യനാണെന്ന് കോയമ്പത്തൂർ DIG ശരവണസുന്ദരം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് സസ്പെൻഡ് ചെയ്തത്. നവീനും ഐശ്വര്യയും തമ്മിലുള്ള വിവാഹം നിയമപരമല്ലെന്ന് കാണിച്ചായിരുന്നു പോലീസ് നടപടി. ജനുവരി 2-നാണ് ഐശ്വര്യയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. പിറ്റേ ദിവസം പെൺകുട്ടിയെ തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. കേസിൽ പിതാവ് പെരുമാൾ, മാതാവ് റോജ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന നവീനും ഐശ്വര്യയും ഡിസംബർ 31-നാണ് വിവാഹിതരായത്. ഐശ്വര്യയെ കാണാനില്ലെന്ന് കാണിച്ച പിതാവ് പല്ലടം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. 24 ചെന്നൈ. അഴിമതി ആരോപണം ഉയർന്ന കോഴിക്കോട് മാവൂർ കൂളിമാട് റോഡിൽ വിജിലൻസ് പരിശോധന. വിജിലൻസ് DYSP സുനിലിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. വിജിലൻസ് അന്വേഷണത്തിനിടെ കരാറുകാർ ടാറിംഗ് നടത്തി ഇന്നലെ നാട്ടുകാർ കയ്യോടെ പിടിച്ചിരുന്നു, തടഞ്ഞിരുന്നു. 6 കോടി ചെലവിലാണ് കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂര പാതയുടെ ഭാഗമായ മാവൂർ കൂളിമാട് റോഡ് നവീകരിച്ചത്. 1 മീറ്ററിന് 75,000 രൂപ ചെലവ് വരുന്ന രീതിയിലാണ് 8 കിലോമീറ്റർ റോഡ് ടാർ ചെയ്തത്. പക്ഷേ നവീകരണം നടത്തി ഒരാഴ്ച കൊണ്ട് ടാറിംഗ് പൊളിയുകയും ടാറിംഗ് തെന്നിമാറുകയും ചെയ്തിരുന്നു. അഴിമതി ആരോപിച്ച് നാട്ടുകാർ പരാതി നൽകിയതോടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ വിജിലൻസ് മൊബൈൽ യൂണിറ്റ് എത്തി സാമ്പിൾ ശേഖരിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് DYSP സുനിലിന്റെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. റോഡിന്റെ നിലവിലെ അവസ്ഥ വിലയിരുത്തുന്നതിനൊപ്പം പരാതിയിലെ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുക കൂടിയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. അന്വേഷണം നടക്കുന്നതിനിടെ പരിശോധന നടത്താത്ത ഇടങ്ങളിൽ കരാറുകാർ ടാറിംഗ് നടത്തിയത് ഇന്നലെ നാട്ടുകാർ തടഞ്ഞിരുന്നു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. മായാമിഥുൻ പറയുകയാണ്, ആഷ്മി എൻ്റെ അമ്മ 24ന്റെ ഫാനാണ്. ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസം. അമ്മ പറയുന്നു ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നു എന്ന്. സംസ്ഥാന സമ്മേളനത്തിനാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വരെ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. 28-ാം തീയതി വേണമെങ്കിൽ അമ്മയെ കൊണ്ടുപോവാം. മായ. ഡൽഹി ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിൽ NSG കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറി. സ്ഫോടനം നടത്തിയത് ക്രൂഡ് ബോംബ് ഉപയോഗിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും സുരക്ഷാ സേന പറയുകയാണ്. ഡിസംബർ 26-നാണ് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയിൽ നിന്ന് 200 മീറ്റർ അകലെ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായത്. ദേശീയ അന്വേഷണ ഏജൻസികളും കേസ് അന്വേഷിക്കുന്ന ഡൽഹി സ്പെഷ്യൽ സെല്ലും സംഭവ ദിവസം പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. സ്ഫോടനത്തിന് പിന്നാലെ NSGയുടെ വിദഗ്ധ സംഘമെത്തി പരിശോധന നടത്തിയിരുന്നു. തീവ്രത കുറഞ്ഞ സ്ഫോടനങ്ങൾക്ക് ഉപയോഗിക്കുന്ന IED ആണ് ഉപയോഗിച്ചതെന്ന് NSG കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. നിയന്ത്രിത സ്ഫോടനത്തിനായി സ്വയം നിർമ്മിച്ച ടൈമറാണ് ഉപയോഗിച്ചത്. ആണികൾ, ലോഹക്കഷ്ണങ്ങൾ, ബാൾ ബെയറിംഗുകൾ എന്നിവ ബോംബിൽ ഉപയോഗിച്ചുവെന്നും NSGയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഭീഷണി കത്തിൽ നിന്നോ സ്ഫോടക സ്ഥലത്തു നിന്നോ വിരലടയാളം ലഭിക്കാത്തത് അന്വേഷണത്തിന് വെല്ലുവിളിയായി. 24 ഡൽഹി. വീണ നായർ പറയുകയാണ്, മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്താൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതുണ്ട്. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സാർ എന്ന് പറയുകയാണ് വീണ നായർ. പരിശോധിക്കേണ്ടതാണെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. കാര്യം AI ക്യാമറയുടെ പോലും പെറ്റിയടിച്ചു കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് പ്രശ്നമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരില്ല, അല്ലെങ്കിൽ ശമ്പള പ്രശ്നമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ മേഖലയിൽ. എന്താണ് എന്നുള്ളത് ആഴത്തിൽ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലായ ഐസനോവറിനും ചരക്ക് കപ്പലിനും നേരെ ഹൂത്തികളുടെ ആക്രമണം. തിരിച്ചടിയിൽ 18 ഡ്രോണുകളും 3 മിസൈലുകളും തകർത്തതായി സഖ്യസേന അവകാശപ്പെടുന്നു. കനത്ത വില നൽകേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലായ ഐസനോവറിനും മറ്റ് ചില ചരക്ക് കപ്പലുകൾക്കുമെതിരെയാണ് യമനിലെ ഹൂതികൾ കനത്ത ആക്രമണം നടത്തിയത്. പ്രാദേശിക സമയം രാത്രി 9:15 ആക്രമണം. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ ആക്രമണത്തെ ചെറുത്തുവെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് വ്യക്തമാക്കി. ഇറാനാണ് ഹൂതികൾക്ക് ആയുധവും കപ്പലുകളും ആക്രമിക്കാനുള്ള വിവരങ്ങളും കൈമാറുന്നതെന്ന് ഗ്രാൻഡ് ഷാപ്സ്. എന്നാൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികൾ ആവർത്തിച്ചു. ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UN രക്ഷാസമിതി പ്രമേയം പാസാക്കുന്നതിന് മുമ്പായിരുന്നു ഈ ആക്രമണം. മധ്യ ഗസയിലെ അൽ-അക്സ ആശുപത്രിക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. റഫയ്ക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം 4 പേരും കൊല്ലപ്പെട്ടു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അർച്ചന ജി പറയുകയാണ്, റിക്വസ്റ്റ് ഫോർ കേരള PSC പ്രിഫറൻസ് ഗിവൺ ടു ഡിവോഴ്സീസ് ഓൾസോ ഇൻ സെൻഡിങ് ആപ്ലിക്കേഷൻ, നോ പ്രിഫറൻസ് ഓൺലി ഫോർ വിഡോസ് ഓൺലി എന്ന് പറയുകയാണ്.
ശരി മൊത്തത്തിൽ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഞാനത് വായിച്ചാണ് അർച്ചന. ഇടുക്കി ചതുരംഗപ്പാറ വില്ലേജിലുള്ള സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറഖനനം നടന്നതായി വിജിലൻസ്. സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായ ഖനനത്തിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ, സുബ്ബൻപാറ എന്നിവിടങ്ങളിലാണ് അനധികൃത പാറ ഖനനം നടന്നത്. കോട്ടയം വിജിലൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തലുകൾ. മുൻപ് നടത്തിയ അന്വേഷണത്തിൽ പാറ പൊട്ടിച്ച് കടത്തിയതിന് മൂവാറ്റുപുഴ സ്വദേശികൾക്കെതിരെ 12 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. വീണ്ടും അനധികൃത പാറ ഖനനം തുടരുന്നത് ഉദ്യോഗസ്ഥ സഹായത്തോടെയെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. റോയൽറ്റി ഇനത്തിൽ 1 കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് കണ്ടെത്തൽ. ഇടുക്കി ദേവികുളം സ്വദേശി നൽകിയ പരാതിയിലായിരുന്നു വിജിലൻസിന്റെ അന്വേഷണം. പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം. വിശദമായ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ശിവകുമാർ കെ നേരത്തെ നമ്മുടെ റോഡ് വാർത്തകൾ പ്രതികരിക്കുന്നു. അപ്പോൾ റോഡ് നിർമ്മാണ സമയത്ത് ഈ ഓഫീസർമാർ മാങ്ങ പറിക്കാൻ പോയിരുന്നു ചോദിക്കുകയാണ്. പണികൾ മോണിറ്റർ ചെയ്യാൻ എന്തുകൊണ്ട് നിർമ്മാണ സമയത്ത് അവർക്ക് കഴിയുന്നില്ല? കഴിയുന്നില്ലെങ്കിൽ അവരെ കൈക്ക് പിടിച്ച് ജയിപ്പിക്കേണ്ടതാണ് എന്നുകൂടി ശിവകുമാർ കെ പറയുകയാണ്. പറയാതെ ഇവിടെ ഒരു പ്രേക്ഷകർ അലി മണ്ണാർക്കാട്, ഹാഷ്മി സമ്മേളനം ഭയങ്കര തിരക്കായിരിക്കില്ല, ഹാഷ്മി ഒന്ന് കാണാനോ സംസാരിക്കാനോ കഴിയുമോ? ധൈര്യമായിട്ട് വന്നേ, ഇനി വേറെ ആരെ കണ്ടില്ലെങ്കിലും അലിയെ കണ്ടിരിക്കും ഉറപ്പ്. സംസ്ഥാനത്ത് ഇന്ന് അങ്ങനെ എല്ലാവരെയും കാണും കേട്ടോ. സംസ്ഥാനത്ത് ഇന്ന് വ്യത്യസ്ത വാഹനാപകടങ്ങളായി 3 പേർ മരിച്ചു. കോഴിക്കോട് ജില്ലയിൽ 2 പേരും, എറണാകുളത്ത് ഒരാളുമാണ് മരിച്ചത്. കൊന്നിയിൽ പന്നി സ്കൂട്ടറിന് കുറുകെ ചാടി യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന താമരശ്ശേരി ചുങ്കം സ്വദേശി ഫാത്തിമ മിൻസിയാണ് മരിച്ചത്. KMCT മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായ ഫാത്തിമ മിൻസിയും സുഹൃത്തും സഞ്ചരിച്ച സ്കൂട്ടറിൽ മറ്റൊരു വാഹനം ഇടിച്ചതിനെ തുടർന്ന് ബസ്സിനു മുന്നിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ വെസ്റ്റ് ഹിൽ സ്വദേശി റൌഫാണ് മരിച്ചത്. സ്കൂൾ വാഹനത്തെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടം. എറണാകുളം പറവൂരിൽ ബസ്സിടിച്ച് റോഡിലേക്ക് വീണ യുവാവിന്റെ ശരീരത്തിലേക്ക് മറ്റൊരു ബസ് കയറിയിറങ്ങിയാണ് മരണം. കീഴുപാടം സ്വദേശി ദിവാകർ ജോഷിയാണ് മരിച്ചത്. കോട്ടയം പാല പൊൻകുന്നം റോഡിൽ അയ്യപ്പ ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കർണാടക സ്വദേശികളായ 12 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പത്തനംതിട്ട പന്തളത്ത് ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് KSRTC ബസ്സിടിച്ചാണ് അപകടം. കോന്നിയിൽ പന്നി സ്കൂട്ടറിന് കുറുകെ ചാടി അർഷിദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഹൈവേ കൂടെ പോയ വഴിക്ക് പന്നി വരുന്നത് കണ്ടു. അപ്പോൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് പന്നി നേരെ വന്ന് വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തായിട്ട് ഇടിച്ചിട്ട് എന്നെ എടുത്ത് പൊക്കി എറിയുമായിരുന്നു വണ്ടി തന്നെ. ഇടിയുടെ ആഘാതത്തിൽ പന്നി ചത്തു. 24 കോഴിക്കോട്. ഇവിടെ ഷെഫീർ മണ്ണാർക്കാട് പറയുകയാണ്, PSCയിൽ വിധവകൾക്കുള്ള പോലെയുള്ള പരിഗണന ഡിവോഴ്സ് ചെയ്തവർക്കും നൽകണം എന്നാണ് അവർ പറഞ്ഞത്. നേരത്തെ രശ്മിയുടെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചിരുന്നത്. ചേട്ടാ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായി, പക്ഷേ പ്രശ്നം വിധവകൾക്ക് PSCയിൽ അങ്ങനെ പരിഗണനയുണ്ടോ? ഡൈയിങ് ഹാർനസ് അല്ലേ ഉള്ളൂ? അതായിരുന്നു എൻ്റെ സംശയം, അത് അന്വേഷിക്കാം. എറണാകുളം കളമശ്ശേരിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. മത്സ്യവില്പന കേന്ദ്രങ്ങളിലും പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡും ലൈസൻസും ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശമുണ്ട്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, മിന്നൽ പരിശോധനയായിരുന്നോ? പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞ എന്തൊക്കെയാണ്? ഹാഷ്മി, കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പാതിരാക്കോഴി എന്ന ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 8ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തതാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗത്ത് കളമശ്ശേരിയിലെ എല്ലാ ഹോട്ടലുകളിലും മത്സ്യവില്പന കേന്ദ്രങ്ങളിലും ഇന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ കണ്ടെടുത്തതുപോലെ പഴകിയ ഭക്ഷണങ്ങളൊന്നും ഒരു ഹോട്ടലിൽ നിന്നും പിടിച്ചെടുത്തിട്ടില്ല. അതേസമയം ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ചില ഹോട്ടലുകൾക്ക് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരുടെ വിശദീകരണം നൽകാനും ഇത് വൃത്തിയാക്കാനും ആവശ്യപ്പെട്ടു. ഒപ്പം തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ ലേബർ കാർഡും ഒപ്പം അവരുടെ തിരിച്ചറിയൽ കാർഡും ലൈസൻസും അടക്കം നഗരസഭയിൽ ഹാജരാക്കാനും ഈ ഹോട്ടലിൻ്റെ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് എത്രയും വേഗം തന്നെ ഹാജരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് അത്തരത്തിലുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആശ്വാസകരം. പഴകിയ ഭക്ഷണങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ല. വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുമെന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരിശോധന തുടരട്ടെ. ഭക്ഷണത്തിൽ മറ്റെന്തിൽ കള്ളം കാണിച്ചാലും ഭക്ഷണത്തിൽ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ കള്ളം കാണിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അധമപ്പണിയാണ്. അത് ചെയ്യാതിരിക്കട്ടെ, അത് പരിശോധന നടക്കട്ടെ. മറ്റെന്തിൽ കള്ളം കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ല, പക്ഷേ അത് ഏറ്റവും നിന്ദ്യമായ പണിയാണ്. കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ കള്ളം കാണിക്കുക എന്ന് പറയുന്നത്. അത് ചെയ്യാതിരിക്കട്ടെ ആരും. നമ്മൾ നേരെ മല കയറുന്നു. ശബരിമല വാർത്തകളിലേക്ക്. ശരണം സന്നിധാനം. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞു. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം സന്നിധാനത്ത് ഇന്ന് ചേരും.
ചന്ദനക്കുട ഘോഷയാത്രയും ഇന്ന് നടക്കും. സ്പോട്ട് ബുക്കിംഗ് നിർത്തിയത് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയെന്നാണ് കണക്കുകൂട്ടൽ. എരുമേലി പേട്ടതുള്ളലിന്റെ തലേ ദിവസമായതും തിരക്ക് കുറയുന്നതിന് കാരണമായി. നിലവിൽ പമ്പയിലും നിലയ്ക്കലിലും തിരക്കില്ല. നാളെ മുതൽ മകരജ്യോതി ദർശനത്തിനെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ഇവിടെ വരുന്ന ഒരാളെയും നമ്മൾ തിരിച്ചുവിടുന്നില്ല. അങ്ങനെ പോലീസോ ദേവസ്വം ബോർഡ് അധികാരികളോ തിരിച്ചുവിടുന്നതായി നിങ്ങൾ ശ്രദ്ധപ്പെട്ടില്ല. തിരിച്ച് ചിലപ്പോൾ ഒറ്റപ്പെട്ട ആളുകൾക്ക് പോകുന്നുണ്ടാവാം, പക്ഷേ നമ്മൾ ആരെയും തടയുന്നില്ല. മാലയിട്ട് വരുന്ന ഒരു വിശ്വാസവും നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് നിർത്തി എന്ന് ചോദിച്ചാൽ, അങ്ങനൊരു വാർത്ത നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം, ഇവിടേക്ക് എത്തുന്ന ആളുകൾ നമുക്കറിയാമല്ലോ, 14-15 എന്നൊക്കെ പറയുന്നത് ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസമല്ലേ. അവിടേക്ക് അങ്ങനെ ഒരു വരുന്നതിന് നമുക്ക് 13 ഏക്കറിലാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, 13 ഏക്കറിലാണ് ഈ ഇത്രയും ആളുകൾ വരുന്നത്. അപ്പോൾ അതൊന്നും പറയാൻ വേണ്ടി മാത്രം, പക്ഷെ ആരെയും നമ്മൾ തടയുന്നില്ല. മകരവിളക്കിന് മുന്നോടിയായി ദേവസ്വം ബോർഡ് 350 ജീവനക്കാരെ കൂടുതലായി സന്നിധാനത്ത് നിയോഗിച്ചു. ദർശനത്തിനെത്തുന്നവർക്കായി നിലവിൽ നൽകുന്ന അന്നദാനത്തിന് പുറമെ 14, 15 തീയതികളിൽ പാണ്ടിത്താവളത്തിൽ അന്നദാനമുണ്ടാകും. മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തമ്പടിക്കാനിടയുള്ള 10 കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. സുരക്ഷ വിലയിരുത്താൻ ഇന്ന് വൈകുന്നേരം ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം സന്നിധാനത്ത് ചേരും. മകരവിളക്കിന് മുന്നോടിയായി എരുമേലിയിൽ നടക്കുന്ന പേട്ടതുള്ളലിന്റെയും ചന്ദനക്കുടത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് വൈകുന്നേരമാണ് ചന്ദനക്കുട ഘോഷയാത്ര നടക്കുക. 24 സന്നിധാനം. സഭാസ്ഥാനത്ത് സ്ഥാനാരോഹണ ചടങ്ങുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. വൈദികർ പ്രദക്ഷിണമായി എത്തുകയാണ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് വാർത്ത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7 മണിക്ക് പഞ്ചാബിലെ മൊഹാലിയിലാണ് ആദ്യ മത്സരം. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് വിരാട് കോഹ്ലി ആദ്യ മത്സരത്തിൽ കളിക്കില്ല. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ സഞ്ജു സാംസൺ അവസരം കിട്ടുമോ എന്നാണ് ആരാധകരുടെ ആകാംക്ഷ. ഇബ്രാഹിം സാദ്രാൻ നയിക്കുന്ന അഫ്ഗാനിസ്ഥാൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. UAE-ക്കെതിരെ 2020 പരമ്പര സ്വന്തമാക്കിയാണ് അഫ്ഗാന്റെ വരവ്. മുജീബ് റഹ്മാന്റെ തിരിച്ചുവരവും ടീമിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. പരമ്പരയിൽ സമ്പൂർണ്ണ വിജയം നേടിയ 2020 ലോകകപ്പിനൊരുങ്ങാനാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. മൈജി ഫ്യൂച്ചർ ഷോറൂം കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊല്ലം ജില്ലയിലെ 2ാമത്തെ ഫ്യൂച്ചർ ഷോറൂമാണ് കരുനാഗപ്പള്ളിയിലേത്. സിനിമാ താരം മഞ്ജു വാര്യരും മന്ത്രി KB ഗണേഷ് കുമാറും ചേർന്നാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസ് ലഭിക്കുന്ന മൈജി ഫ്യൂച്ചർ ഷോറൂമാണ് കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം മഞ്ജു വാര്യരും മന്ത്രി KB ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. കേരളത്തിലെത്തിയാൽ നിക്ഷേപകർക്ക് ഗുണമില്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് മൈജിയിലൂടെ മാനേജിംഗ് ഡയറക്ടർ AK ഷാജി നൽകുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിക്ഷേപ സൗഹൃദമല്ല, പിന്നെ ഇവിടെ വന്നാൽ വലിയ കുഴപ്പമാണ് എന്നെല്ലാം പറയുന്നവർക്കുള്ളൊരു ഉത്തരം തന്നെയാണ്. മൈജിയുടെ വളർച്ചയിൽ സന്തോഷമെന്ന് ചലച്ചിത്ര താരം മഞ്ജു വാര്യർ. മൈജി എന്ന വലിയ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഓരോ പടവിലും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാനും മൈജി കുടുംബത്തിൽ അംഗമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് കൊണ്ടാണ് വിലക്കുറവിൽ സാധനങ്ങൾ ഉപഭോക്താവിന് നൽകാൻ കഴിയുന്നതെന്ന് മൈജി മാനേജിംഗ് ഡയറക്ടർ AK ഷാജി. ഇത്രയും വലിയ ടേൺ ഓവറും ഇടനിലക്കാരില്ലാതെ 10 ദിവസം കൊണ്ടാണ് മൈജിക്ക് ഇത്രയും അധികം ഓഫർ കിട്ടാം. മൈജിയുടെ ഏറ്റവും വലിയ ക്യാപ്ഷൻ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും പുതിയ മോഡലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. കേരളത്തിൽ തന്നെ മൈജി ഉൽപ്പന്നങ്ങളുടെ ഫാക്ടറി ഉടൻ തുടങ്ങും. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ അപ്ലയൻസ് സാധനങ്ങളും ഒറ്റ ഷോറൂമിൽ നിന്ന് വാങ്ങാൻ കഴിയുമെന്നതാണ് ഫ്യൂച്ചർ ഷോറൂമിന്റെ പ്രത്യേകത. മൈജിയുടെ ഓൺലൈൻ ഡെലിവറി ആപ്പ് വഴിയും ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാൻ കഴിയും. 24 കൊല്ലം. വിതുരയിലെ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്കൊപ്പമുള്ള ദൃശ്യങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കേസിൽ പ്രതിയായ പാലോട് സ്വദേശി അച്ചുവിൻ്റെ പേര് പരാമർശിക്കുമ്പോൾ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവിൻ്റെ ചിത്രമാണ് കാണാനിടയായത്. ഇത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കി എന്ന് തിരിച്ചറിയുകയാണ്. നാട്ടുകാരനായ യുവാവ് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ സഹായത്തിനായി സംഭവസ്ഥലത്തെത്തിയതായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ദൃശ്യങ്ങൾ പിൻവലിച്ച് യഥാർത്ഥ പ്രതിയുടെ ദൃശ്യം നൽകുകയും ചെയ്തതാണ്. ആശയക്കുഴപ്പമുണ്ടായതിൽ ഖേദിക്കുന്നു. ഇപ്പോൾ കാണുന്നതാണ് കേസിലെ പ്രതി പാലോട് സ്വദേശി അച്ചു.